നമസ്കാരം. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ പ്രതികളുടെ ശിക്ഷ ഉയർത്തി ഹൈക്കോടതി. വധശിക്ഷ ഒഴിവാക്കിയ ഹൈക്കോടതി പുതുതായി കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയ കെ കൃഷ്ണനും ജ്യോതിബാബുവിനും ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. 1 മുതൽ 5 വരെയും 7-ാം പ്രതിക്കും ഇരട്ട ജീവപര്യന്തം വിധിച്ചു. 20 വർഷം കഴിയാതെ പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവ് നൽകരുത് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. പാഠമാകുമോ ശിക്ഷ? രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരെയുള്ള താക്കീതോ? ഗൂഢാലോചന നടത്തിയവരെല്ലാം ശിക്ഷിക്കപ്പെട്ടോ? ശിക്ഷ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ? ഈ ചർച്ചയിൽ ശ്രീമതി കെ രമ, ഒപ്പം ശ്രീ എം പ്രകാശൻ മാസ്റ്റർ CPM, ശ്രീ രാജു പി നായർ കോൺഗ്രസ്, ശ്രീ ശങ്കുട്ടി ദാസ് BJP എന്നിവർ വളരെ ചർച്ചയിലേക്ക്. ആദ്യം ശ്രീമതി കെ രമ, താങ്കളുടെ നിശ്ചയദാർഢ്യവും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടവുമാണ് ഇങ്ങനെ ഒരു വിധിയിലേക്ക് നയിച്ചത്. പല രാഷ്ട്രീയ കൊലപാതക കേസുകളിലും യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടു നടപ്പായി കണ്ടുപോരുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഇന്നിപ്പോൾ കോടതി പറയുന്നു, ഈ പ്രതികളോട് ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യം കാണിച്ചാൽ അത് നമ്മുടെ നിയമ സംവിധാനത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസ്യതയ്ക്ക് തന്നെ കോട്ടം തട്ടിക്കുന്നതാകുമെന്ന്. ആ നിലയ്ക്ക് കോടതി ഇപ്പോൾ ഇവരുടെ റെമിഷൻ എന്ന് പറയുന്നത് രാഷ്ട്രീയ തീരുമാനത്തിലൂടെ സാധ്യമാകാത്ത വണ്ണം 20 വർഷമെങ്കിലും കുറഞ്ഞത് തടവ് ശിക്ഷ അനുഭവിക്കണം എന്ന് വ്യക്തമാക്കുമ്പോൾ അത് തൃപ്തികരമായ, ആശ്വാസകരമായ വിധിയായി കാണുന്നുണ്ടോ? അഭിലാഷ്, തീർച്ചയായിട്ടും. കാരണം അത് വളരെ ആശ്വാസകരമാണ്. കാരണം ഈ കേസ് വിചാരണ കോടതി ശിക്ഷ വിധിച്ച ആളുകളിൽ കൂടാതെ 2 പേരെ കൂടി പുതുതായി ആഡ് ചെയ്യുകയാണ് ഉണ്ടായത്. അത് അവർക്കുൾപ്പെടെയുള്ള തടവ് ശിക്ഷയാണ് ഇപ്പം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ 1 മുതൽ 7 വരെയുള്ള പ്രതികൾക്ക്, അതിൽ 6-ാം പ്രതി സിജിത്ത് ഒഴികെ ബാക്കി എല്ലാവർക്കും 120B കൂടി ആഡ് ചെയ്തുകൊണ്ട് ഗൂഢാലോചന കുറ്റം കൂടി ചുമത്തിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ശിക്ഷയുടെ അല്ലെങ്കിൽ അവരുടെ പങ്കാളിത്തത്തിൻ്റെ കാഠിന്യം കുറച്ചുകൂടി വർദ്ധിക്കുന്നതാണ് ഈ ശിക്ഷ. ഈ കണ്ടെത്തൽ, കോടതിയുടെ കണ്ടെത്തൽ, അതിൽ 2 പേർ ഇപ്പോൾ പുതുതായി കണ്ടെത്തിയതിൽ ഒന്ന് കോഴിക്കോട് ജില്ലയിലും ഒന്ന് കണ്ണൂർ ജില്ലയിലും ഉള്ള പ്രധാനപ്പെട്ട CPM നേതാക്കന്മാരാണ്. അവരെ കൂടിയാണ് പുതുതായിട്ട് ശിക്ഷയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ കെ കൃഷ്ണൻ, ഒഞ്ചിയം ഏരിയയിലെ മുൻ ബ്ലോക്ക് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന കെ കൃഷ്ണൻ 78 വയസ്സായി. വളരെ അനാരോഗ്യമാണ്. പരസഹായമില്ലാതെ നിൽക്കാൻ പറ്റില്ല, ഭാര്യയും കുട്ടിയും ഒക്കെ ഒന്നിച്ചുണ്ടെങ്കിൽ നിൽക്കാൻ പറ്റും എന്നൊക്കെ കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു. പക്ഷേ കോടതി അതൊന്നും കേട്ടില്ല. അദ്ദേഹത്തിനുൾപ്പെടെയുള്ള ജീവപര്യന്തം തടവാണ് ഇപ്പം വിധിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ജ്യോതിബാബുവിനെ മെഡിക്കൽ കോളേജിൽ വെച്ചോ മറ്റോ ആണ് വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഈ കോടതിയിൽ ഹാജരാക്കിയത്. അദ്ദേഹം വളരെ ആരോഗ്യ പ്രശ്നമുണ്ട്, വീട്ടിൽ ആളില്ല എന്നൊക്കെ പറഞ്ഞു നോക്കിയിരുന്നു. പക്ഷേ അതും കോടതി അംഗീകരിച്ചില്ല. കോടതി അവർക്കുള്ള ജീവപര്യന്തം അതോടൊപ്പം അത് ഇനി മുതൽ അങ്ങോട്ടേക്കാണ് ജീവപര്യന്തം. ഇതുവരെ അവർ തടവ് ശിക്ഷ അനുഭവിച്ചില്ല. ഇനി മുതൽ അങ്ങോട്ടേക്ക് അതും ഉണ്ട്. അതോടൊപ്പം പിഴയും ഉൾപ്പെടെയുള്ള വലിയ നല്ല ശക്തമായ ശിക്ഷയാണ് ഇന്ന് കോടതി വിധിച്ചിരിക്കുന്നത്. മറ്റു പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ്. 20 വർഷം വരെ ഒരു റെമിഷനും ഇല്ലാത്ത രൂപത്തിൽ ജയിലിൽ കിടക്കണം എന്നുള്ള വിധിയാണ് വന്നിരിക്കുന്നത്. ഏറ്റവും നല്ല ഇത്തരത്തിലുള്ള കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ, അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു ശക്തമായ താക്കീത് കൂടിയായിട്ടാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ വിധി ഉണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല അഭിലാഷ്, കോടതിയുടെ പരാമർശങ്ങൾ, വളരെ ശക്തമായ പരാമർശങ്ങളാണ് വാദം കേൾക്കുമ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം എതിരഭിപ്രായം പറയുന്നവരെ വെട്ടിക്കൊല്ലുകയാണോ എന്നതാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. ഏറ്റവും ശക്തമായ ഭാഷയിലാണ് കോടതി അതിൽ ഇടപെട്ടിരിക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇതൊക്കെ നടക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ, അവർ പരോളിൽ പോകുന്നു, പരോളിൽ പോയിട്ട് വീണ്ടും കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നു, എന്നിട്ട് ജയിലിൽ തിരിച്ചു വരുന്നു, എന്നിട്ട് വീണ്ടും അവർക്ക് പരോളിൽ കൊടുക്കുന്നു. ഇതൊക്കെ എവിടെയാണ് നോക്കുന്നത്? ഇതൊക്കെ ഒന്നും നോക്കുന്നില്ലേ എന്നുള്ള തരത്തിലുള്ള അതിശക്തമായ പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. ഇതൊക്കെ വളരെ ശക്തമായൊരു താക്കീതായിട്ട് പുറത്തേക്ക് വരികയാണ്. ഇത്തരത്തിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ഇത് നിർത്തണമെന്നുള്ളതാണ്. എത്ര പറഞ്ഞാൽ നിർത്തുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പോഴും പലയിടത്തും ഇത്തരത്തിലുള്ള എതിരഭിപ്രായം പറയുന്നവരെ നോക്കി വെച്ച് അവർക്ക് നേരെയുള്ള പല പ്രവർത്തനങ്ങളും CPMൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ കോടതിയിൽ ഒരുപക്ഷെ P. മോഹൻ ഈ കോടതി വിചാരണ കോടതി വെറുതെ വിട്ടു, ഇപ്പോൾ ഈ കോടതിയും വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം അത് തെളിവുകളുടെ അഭാവത്തിലാണ്, സാങ്കേതികമായ കാരണങ്ങളാണ്. എന്തുകൊണ്ട് തെളിവുകൾ ഉണ്ടായില്ല? സാക്ഷി മൊഴികൾ വിശ്വസിക്കാൻ സാധിക്കാതെ വന്നത് എന്തുകൊണ്ടാണ്? ഈ സാക്ഷികൾക്ക് പോലും
കോടതിയിൽ വന്ന് കൃത്യമായി അവർ കണ്ടതും കേട്ടതും ഒന്നും പറയാൻ സാധിക്കാത്തൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. വലിയ തോതിലുള്ള ഭീഷണി, സമ്മർദ്ദങ്ങൾ, 52 സാക്ഷികൾ കൂറുമാറിയൊരു കേസാണ് ടി.പിയുടെ കേസ്. പക്ഷേ അവിടെയൊക്കെ ഭരണ സംവിധാനത്തിൻ്റെ എല്ലാവിധ സ്വാധീനങ്ങളും, പണത്തിൻ്റെ വലിയ തോതിലുള്ള കുത്തൊഴുക്കുകൾ, ഇപ്പോഴും ഈ പ്രതികളെയൊക്കെ കണ്ടെത്തിയും CPM നേതാക്കന്മാരാണ് പൂർണ്ണമായിട്ടും കോടതിയിൽ വരുന്നതും കോടതിയിൽ അനുഗമിക്കുന്നതും എല്ലാത്തര കാര്യങ്ങളും ചെയ്തു കൊടുക്കും. ഈ ഈ കൊലയാളികൾക്കുൾപ്പെടെ 7 കൊലയാളികൾക്കുൾപ്പെടെ ഉള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഇപ്പോഴും CPM ആണ്. ഇപ്പം ഗൂഢാലോചനയിലെ ആളുകളിലേക്ക് എത്തിയില്ല. ഇപ്പോൾ അവർ ചെയ്യുന്നത് ഈ കൊലയാളികളെ എങ്ങനെ രക്ഷിക്കാമെന്നുള്ള ഗൂഢാലോചന ഇപ്പോഴും അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നടത്തുകയാണ്. അപ്പോൾ ഈ കോടതി വിധിയൊന്നും ഇവർക്ക് പാഠമാകുമോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് ഇപ്പോഴും ഉത്തരമില്ല. അങ്ങനെയാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ശക്തമായ നിരീക്ഷണമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അത് ഇത്തരത്തിലുള്ള കൊല നടത്തുന്ന അല്ലെങ്കിൽ എതിരഭിപ്രായം പറയുന്ന ആളുകൾ അവരെ ഇല്ലാതാക്കാനുള്ള നേതൃത്വത്തിൻ്റെ ശ്രമങ്ങൾ അത് അവസാനിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു മാതൃകാപരമായിരിക്കും എന്നതാണ് എനിക്ക് തോന്നുന്നത്. അഭിലാഷ്, തീർച്ചയായും. ഒപ്പം ശ്രീമതി രമ, ഇന്നിപ്പോൾ മളിമഠ് കമ്മിറ്റിയെ ഉദ്ധരിച്ചുകൊണ്ട് കോടതി പറയുന്ന കാര്യം, ശിക്ഷ എന്നുള്ളത് ഒരു ഡിറ്ററൻ്റ് ആവണം, ഒരു താക്കീതാകണം, പക്ഷേ അത് ബ്രൂട്ടൽ ആവാൻ പാടില്ല, മനുഷ്യത്വപരമാകണം. അങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള വ്യൂ ഞങ്ങൾ കൈക്കൊള്ളുന്നു. അതേസമയം തന്നെ ഈ ശിക്ഷ എന്നുള്ളത് ഫലപ്രദമല്ലാത്ത ഇന്നെഫക്റ്റീവായ ഒന്നായി മാറാനും പാടില്ല ഇതുപോലെ ഒരു കുറ്റകൃത്യത്തിൽ നിന്ന് കോടതി പറയുന്നുണ്ട്. വധശിക്ഷ എന്നുള്ളതായിരുന്നു ആവശ്യം. വധശിക്ഷ എന്ന ഒരു കടുത്ത നടപടിയിലേക്ക് കോടതി പോകാതിരുന്നതിൽ നിരാശയുണ്ടോ? ഇല്ല, നിരാശയില്ല അഭിലാഷ്, ഒട്ടും നിരാശയില്ല. കാരണം ഞാനും വധശിക്ഷ എന്ന് പറയുന്ന ഒരു മനുഷ്യനെയും ഇല്ലാതാക്കരുത് എന്ന ഇതുള്ള ആളാണ് ഞാൻ. പക്ഷേങ്കിൽ ഏറ്റവും അവസാനത്തെ കോടതിയുടെ നീതിന്യായ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ ശിക്ഷ ഇവർക്ക് ലഭ്യമാക്കേണ്ടതാണ്. അത്തരം കൊലയാളികളാണ് ഇവർ മുഴുവൻ. ഈ കൊലയാളികൾ മാത്രമല്ല, ഇതിന് കൊലയാളികൾക്കാരുടെ അപ്പുറത്തേക്ക് ഞാൻ കാണുന്നതിൻ്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകളാണ്. അവർ പാർട്ടിയുടെ നേതാക്കന്മാർ, അവരുടെ തീരുമാനപ്രകാരമാണല്ലോ ഈ കൊല മറ്റവർ ഏറ്റെടുക്കുന്നത്. അവർ വെറും ടൂളുകൾ മാത്രമാണ്. അവരാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷികൾ. അവർക്കുള്ള ശിക്ഷ ആണ് എന്നതാണ് ഇത് മറ്റൊന്നും ഇരട്ട ജീവപര്യന്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട വളരെ ഗൗരവമായ ശിക്ഷ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ശിക്ഷയിൽ നിരാശയൊന്നുമില്ല. കാരണം ഞാനതാണ് ഇപ്പോഴും പറയുന്നത്, ഇതൊരു മാതൃകാപരമായിട്ട് ഇതിനി ആവർത്തിക്കാതിരിക്കാനായിരിക്കണം ഇതൊക്കെ ഉണ്ടാവേണ്ടത്. നമ്മളിപ്പോഴും പറയുന്നതാണ്, ഒരു മനുഷ്യരും ചന്ദ്രശേഖരൻ്റെ അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ. അവരിന്നലെ കോടതിയിൽ വാദിച്ചത് മുഴുവൻ ഞങ്ങൾക്ക് ഭാര്യയുണ്ട്, ഞങ്ങൾക്ക് മക്കളുണ്ട്, ഞങ്ങൾക്ക് അമ്മയുണ്ട് എന്നൊക്കെയാണ് ഇവർ ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരുന്നത്. അതോടൊപ്പം പാലിയേറ്റീവ് പ്രവർത്തനം നടത്തണമെന്ന് ആഗ്രഹിച്ച ആളൊക്കെ ഉണ്ട്. കൊല നടത്തിയ ആൾ നാളെ പോയിട്ട് പാലിയേറ്റീവ് പ്രവർത്തനം നടത്തുന്നു, വൃദ്ധന്മാരെ സംരക്ഷിക്കുന്നു. ഒരു വൃദ്ധ മാതാവിനെ സംരക്ഷിക്കാൻ സ്വന്തം മകന് അവകാശം കൊടുക്കാത്ത ആളാണ് വൃദ്ധന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി പാലിയേറ്റീവ് പ്രവർത്തനം എന്നൊക്കെ വലിയ വാദങ്ങളൊക്കെ ഇന്നലെ നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ഈ കൊലയാളികളൊക്കെ അത്തരത്തിലുള്ള ചില വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ കോടതിക്ക് ശിക്ഷ ഒഴിവാക്കി കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. ആ അവകാശത്തെ നിഷേധിക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവർ മാത്രമല്ല, അതാണ് ഞാൻ ഇപ്പോഴും എടുത്തു പറയുന്നത്. ഇതിനകത്ത് ലാർജർ കോൺസ്പിറസി, വിചാരണ കോടതിയായാലും ഇപ്പോഴത്തെ ഹൈക്കോടതി വിധിയിലായാലും വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ലാർജർ കോൺസ്പിറസി രാഷ്ട്രീയ പ്രേരിതമാണ്, രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഈ കൊലപാതകം എന്ന് പറയുമ്പോൾ അതിൻ്റെ ലാർജർ കോൺസ്പിറസി ഉണ്ട്. അവിടേക്ക് അന്വേഷണം എത്തണം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടം അവിടേക്ക് ഇപ്പം എത്തിയിട്ടില്ല. അതുകൊണ്ട് ആ വിധിയിൽ പൂർണ്ണമായിട്ടും ആവില്ല നമ്മൾ ഇതുകൊണ്ട്. കാരണം ഇതിൻ്റെ ലാർജർ കോൺസ്പിറസിയിലേക്ക് കൂടി ഇത് പോകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്നതാണ്. അവിടെ കൂടി എത്തിയെങ്കിൽ മാത്രമേ ഇതിനൊക്കെ അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. നേതാക്കന്മാർക്കൊക്കെ കണ്ണു തുറക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പോഴും നേതാക്കന്മാർ ന്യായീകരിക്കുകയാണല്ലോ. ഇത്തരം CPMലെ ആളുകളെ മുഴുവൻ കോടതി ശിക്ഷിച്ചിട്ടും അവരെന്താ പറയുന്നത്, ഇതൊക്കെ കള്ളക്കേസിൻ്റെ ഭാഗമായിട്ടാണ്. അതാണ് CPMന് അനുകൂലമായിട്ട് വിധിയൊക്കെ വരുമ്പോൾ അത് കോടതി ശിക്ഷിച്ചാലും അത് അവിടെയൊന്നും കള്ളക്കേസുകളോ കള്ളമൊഴികളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ CPMനെതിരായിട്ട് ഒരു വിധി വന്നു കഴിഞ്ഞാൽ അത് കള്ളസാക്ഷികളാണ്, മനഃപൂർവ്വം കുടുക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാദങ്ങളുമായിട്ട് CPMമാർ ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഇവർ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നുള്ളത് ആണ് നമുക്കിതിൽ നിന്നൊക്കെ
മനസ്സിലാകുന്നത് അഭിലാഷ്. അതുകൊണ്ട് അവരുടെ കണ്ണു തുറക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവരിപ്പോഴും ന്യായീകരിക്കുകയാണ്. അവരെന്തിനു ചെയ്തു, ഇപ്പോഴെങ്കിലും പൊതുസമൂഹത്തോട് ഞങ്ങൾ ചെയ്തത് തെറ്റായി എന്ന് പറയാനുള്ള ആർജവം. ഇത്രയും CPM നേതാക്കന്മാർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളിത് ചെയ്തു, അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്ന് പറയാനുള്ള ആർജവമെങ്കിലും ഇനിയെങ്കിലും കാണിക്കുകയാണ് CPM നേതാക്കന്മാർ ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അത് CPM ചെയ്യുമോ? ശ്രീ M പ്രകാശൻ മാസ്റ്റർ, ഇന്നിപ്പോ ഒരു വ്യക്തി നേരിട്ട ദുര്യോഗം, ഒരു വ്യക്തിക്ക് നേരെ നടന്ന ആക്രമണം എന്നുള്ളതിനപ്പുറത്ത് ഇത് ജനാധിപത്യത്തിനെതിരായ ആക്രമണമാണ് എന്നുകൂടി കണ്ടാണ് കോടതി ഇതിന്റെ ഗ്രാവിറ്റി വളരെ കൂടുതലാണ് എന്ന് കണ്ട് ശിക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് നിങ്ങളും CPM-ഉം ഒരു താക്കീതായി കാണുന്നുണ്ടോ? ഇതിൽ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും ഏറെ ആളുകൾ കൊല്ലപ്പെട്ട പാർട്ടി CPM ആണ്. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ഭരണമുന്നണിയുടെ സംസ്ഥാന കൺവീനർ കൊല്ലപ്പെട്ടത് നമ്മൾ കേട്ടിട്ടേ ഇല്ല. ഞങ്ങളത് അനുഭവിച്ചിട്ടുണ്ട്. വഴീക്കോടൻ രാഘവനെ തൃശ്ശൂരിൽ വെച്ച് അർദ്ധരാത്രി വെട്ടിക്കൊന്നതാണ്. ഒരു MLA കൊല്ലപ്പെട്ടൊരു ചരിത്രം ഈ കേരളത്തിൽ വേറെയില്ല. ഞങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള MLA കൊല്ലപ്പെട്ടത് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഗുണ്ടകളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. കുഞ്ഞാലി. അത്തരമൊരു അനുഭവം ഈ കേരളത്തിൽ വേറെ ഒരു പാർട്ടിക്കും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ 56 വെട്ട് 52 വെട്ട് എന്നെല്ലാം പറഞ്ഞ് ഞാൻ ചോദിക്കട്ടെ, സുധീഷ് എന്ന് പറയുന്ന SFIയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി കൊല്ലപ്പെട്ടപ്പോൾ ഞാൻ കൊല്ലപ്പെട്ട സമയത്ത് ആശുപത്രിയിൽ പോയതാണ്. അദ്ദേഹത്തിൻ്റെ ശവശരീരം 62 കഷ്ണങ്ങളായിരുന്നു. അതിങ്ങനെ കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ടാണ് ഒരു സുധീഷിനെ ഞങ്ങൾ ആ മോർച്ചറിക്കകത്ത് ഉണ്ടാക്കിയെടുത്തത്. ഇതെല്ലാം അനുഭവിച്ച പാർട്ടിയാണ് CPM. ഞങ്ങളുടെ ഒരു 10-1 പേർ കൊല്ലപ്പെട്ടു എന്ന് പറയാൻ ഒരു പാർട്ടിക്കുമില്ല. RMPക്കില്ല, കോൺഗ്രസിനില്ല, BJPക്കില്ല, ഒരു പാർട്ടിക്കുമില്ല. ചന്ദ്രശേഖര കൊലപാതകത്തോട് ഞങ്ങൾ എടുത്ത നിലപാടെന്താ? ഞങ്ങൾ ആ കൊലപാതകത്തെ ന്യായീകരിച്ചിട്ടില്ല, അതിനെ ഞങ്ങൾ അപലപിച്ചിട്ടുണ്ട്. എന്നാൽ ആ കൊലപാതകത്തെ വെച്ചുകൊണ്ട് ഞങ്ങളെ വേട്ടയാടാൻ തുടങ്ങി. എന്താ ഞങ്ങൾക്കിത് നടന്ന 2 വേട്ടയാടൽ? ഞങ്ങളുടെ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാന നേതാവായിട്ടുള്ള മോഹനൻ മാഷ് ഈ കേസിനകത്ത് പ്രതിയാക്കി. ഈ കേസിനകത്ത് CPM ഗൂഢാലോചന നടത്തിയിട്ടാണ് ഈ പറയുന്ന സംഭവം ഉണ്ടാക്കിയത് എന്ന് ആക്ഷേപിച്ചു. അത് പക്ഷേ വിചാരണ കോടതി അതിലേക്ക് കണ്ടില്ല. അതിൻ്റെ മേലെയാണല്ലോ ഈ പറയുന്ന രമയുടെ അപ്പീല് മറ്റൊന്നുമല്ല, മോഹനൻ മാഷെ പ്രതിയാക്കണം, ഗൂഢാലോചന ശിക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. എന്നാൽ ഈ കോടതി എടുത്തിരിക്കുന്ന വിധി എന്താ? ഗൂഢാലോചന കേസ് തെളിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഇവിടെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കള്ളരേഖ, വ്യാജരേഖ ഉണ്ടാക്കിയതിന് DYSP ജോസി ചെറിയാനെതിരായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട്, ഇന്ത്യയിൽ അങ്ങനെ ഒരു വിധിയില്ല, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെതിരായിട്ട് വ്യാജരേഖ, വ്യാജ തെളിവുണ്ടാക്കിയതിൻ്റെ പേരിൽ അയാളെ പ്രോസിക്യൂട്ട് ചെയ്യണം തീരുമാനിച്ചിരിക്കുന്ന ഈ കോടതി. അദ്ദേഹത്തെ മാത്രമല്ല, ഈ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്ന RMP നേതാവ്, അദ്ദേഹത്തിനെതിരെയും വിചാരണ വേണം. ഇതിന് മഹത്തർ തയ്യാറാക്കിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വിചാരണ കോടതി വിചാരണ ആരംഭിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം വേറെയില്ല. ഇപ്പോൾ ഒരു പൂക്കടയിൽ വെച്ചിട്ട് ഞങ്ങൾ ഗൂഢാലോചനക്കാരെ കണ്ടു എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം രമ പറയുന്നു ആ പറയുന്ന ഗൂഢാലോചനയുടെ ഭരിച്ചിട്ട് എന്താ പിന്നെ കോടതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം? കോടതി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഗൂഢാലോചന നടക്കാൻ ഇടയേയില്ല. എന്തുകൊണ്ട്? ഗൂഢാലോചന നടത്തി എന്ന് പറയുന്ന ആളുകൾ വടകരയിലാണല്ലോ. അവർ ആ സമയത്ത് നിൽക്കുന്നത് ഓർക്കാട്ടേരിയാണ്, കുന്നമംഗലത്തെ മജിസ്ട്രേറ്റ് കോടതിയിലാണ്. 60 കിലോമീറ്റർ അപ്പുറം നിൽക്കുന്ന ഒരാൾ ഇവിടെ ഇപ്പുറം ഈ പറയുന്ന സംഭവം ഒരേ സമയത്ത് കണ്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? അത് പറഞ്ഞിട്ടാണ് ഇത് വ്യാജമായ കാര്യമാണിതെന്ന് കോടതി കണ്ടെത്തിയത്. എന്ന് മാത്രമല്ല, മോഹനൻ മാഷ് ശിക്ഷിച്ചില്ലാന്ന് രമ പറഞ്ഞല്ലോ. മോഹനൻ മാഷ് അപ്പോൾ എവിടെയാ? എന്തുകൊണ്ടാണ് കോടതി മോഹനൻ മാഷ് ഒഴിവാക്കിയത്? മോഹനൻ മാഷ് ഒഴിവാക്കിയത് ഈ സംഭവം നടക്കുന്ന അതേ സമയം CPM-ൻ്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്കകത്ത് അദ്ദേഹം പങ്കെടുക്കുകയാണ്. ഒരു പതാക ജാഥയിൽ അദ്ദേഹം പ്രസംഗിക്കുന്ന ഫോട്ടോ കോടതിയിൽ കൊടുത്തല്ലോ. അതിൻ്റെ മേലെയല്ലേ അദ്ദേഹത്തെ ഒഴിവാക്കിയിരിക്കുന്നത്? പിന്നെ മോഹനൻ മാഷാണ് കൂടുതൽ നടത്തിയതെന്ന് പറയുന്നതിന് ന്യായം എന്താ? CPM-ലെ 15 പേരെ നിങ്ങൾ ഈ കേസിനകത്ത് ആദ്യമായിട്ട് പ്രതി ചേർത്തു. പക്ഷേ വിചാരണ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ കോടതി അവരുടെ പ്രതികളല്ല, വിചാരണ ആരംഭിക്കണമെന്നില്ല എന്ന് പറഞ്ഞല്ലോ. അവരെ ആരും ഇപ്പോഴും കൂടെ ശിക്ഷിച്ചിട്ടില്ല. എന്നുള്ള മട്ടിൽ പറയരുത്. PK കുഞ്ഞനന്ദൻ ഏരിയ സെക്രട്ടറി ആയിരുന്നു, ശിക്ഷിക്കപ്പെട്ട ആളാണ്. KK കൃഷ്ണനും ജ്യോതി ബാബുവും താങ്കൾ ഇപ്പൊ ഉദ്ധരിക്കുന്ന ഹൈക്കോടതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയതാണ്. KC രാമചന്ദ്രൻ CPM-ന്റെ നേതാവാണ്. എണ്ണിപ്പറയാവുന്ന 4 പ്രധാനപ്പെട്ട CPM നേതാക്കൾ പ്രതികളായ കേസാണിത്. ഈ നാട്ടുമ്പുറത്തൊരു വർത്താനുണ്ട്, കണ്ട നിങ്ങളാണ് നിൽക്ക്, കേട്ട ഞാൻ പറയട്ടെ. കുഞ്ഞനന്തൻ നിങ്ങൾക്കറിയില്ലല്ലോ. കുഞ്ഞനന്തനെ കഴിഞ്ഞ 50 കൊല്ലമായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. അയാൾ ഏരിയ സെക്രട്ടറി ഒന്നുമല്ല. പിന്നെ ഈ സംഭവത്തിനകത്ത് CPM-ന് പങ്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അഭിലാഷ് ഒരു പാർട്ടിയായിരിക്കും, അഭിലാഷ് ഒരാളെ പിന്നെ വെട്ടിക്കൊല്ലുന്നു, അതിന് ആ പാർട്ടിക്ക് എന്താ കുറ്റം?
ഞങ്ങൾ ഈ കേസിനകത്ത് ആദ്യം കക്ഷി ചേർന്നതല്ല. ഞങ്ങളുടെ നേതാക്കന്മാരെ ബോധപൂർവം കള്ളക്കേസിൽപ്പെടുത്താൻ ഗവൺമെന്റും പ്രോസിക്യൂട്ടും ശ്രമിച്ചപ്പോഴാണല്ലോ ഞങ്ങൾ കേസ് ഏറ്റെടുക്കുന്നത്. അല്ലാതെ ഞങ്ങൾ കേസ് ഏറ്റെടുത്തതല്ല. അപലപിച്ചവരാണ്. 2 ജില്ലകളിലുള്ള വിവിധ കമ്മിറ്റികളിൽ അംഗങ്ങളായിട്ടുള്ള നേതാക്കൾക്ക് എന്താണ് ചന്ദ്രശേഖരനോടുള്ള വിരോധം? എന്തെങ്കിലും വ്യക്തിപരമായ വിരോധമാണോ? കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുള്ള കാര്യം രാഷ്ട്രീയമായ വിരോധം. CPM എന്ന പാർട്ടിയുടെ വിശ്വാസിയായിരുന്ന, CPM എന്ന പാർട്ടിയുടെ പ്രവർത്തകനായിരുന്ന അദ്ദേഹം CPM ൽ നിന്ന് പോയി വേറൊരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിച്ചു എന്ന വൈരാഗ്യത്തിൽ നടത്തിയ കൊലയാണ്. അതല്ലാതെ ഈ കൊന്ന ആളുകൾക്ക് ഇദ്ദേഹത്തെ അറിയില്ല, അവർക്ക് വ്യക്തിപരമായി പരിചയമില്ല, വ്യക്തിപരമായി വിരോധവുമില്ല. അവർ കൊലയാളി സംഘങ്ങളാണ്, അവരെ ഏൽപ്പിച്ചതാണ്. ആ ഏൽപ്പിക്കുന്നതിന് പിന്നെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചന രാഷ്ട്രീയമായിട്ടുള്ളതാണ്. അപ്പൊ പിന്നെ CPM-കാരായ ആരോ ഒരാൾ ഇതിനകത്ത് ഉൾപ്പെട്ടതുകൊണ്ട് CPM ഏറ്റെടുക്കണമെന്ന് ചോദിക്കുന്നതിൽ എന്ത് യുക്തിയുണ്ട്? ഞാൻ പറഞ്ഞില്ല, ഗൂഢാലോചന കുറ്റം സംബന്ധിച്ചാണല്ലോ ഞങ്ങൾ കൊടുത്ത അപ്പീല്. ഗൂഢാലോചന സംബന്ധിച്ചിടത്തോളമുള്ള കാര്യത്തിലാണ് CPM അപ്പീൽ കൊടുത്തത്. ആ അപ്പീൽ വന്നിരിക്കുന്ന വിധി എന്താ? DYSP ജോസി ചെറിയാന്റെ നേതൃത്വത്തിൽ വ്യാജ തെളിവുണ്ടാക്കിയിരിക്കുന്നു. ഇന്ത്യയിൽ അങ്ങനെ വേറെ ഒരു വിധിയുണ്ടോ? ബന്ധപ്പെട്ട കേസിലാണല്ലോ, പൂക്കടയിലാണല്ലോ മോഹനം മാഷും അതുപോലെ രാമേന്ദ്രനും ആളൊക്കെ ഈ പറഞ്ഞ പൂക്കടയിലാണല്ലോ ഗൂഢാലോചന. വേറെ ഏതാ ഗൂഢാലോചന? ഈ കേസിനകത്തിൽ ഒരേ ഒരു ഗൂഢാലോചന, അതാണ് പൂക്കടയിൽ നടന്ന ഗൂഢാലോചന. ആ ഗൂഢാലോചന ഇല്ലായിരുന്നുവെന്നും ആ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് വ്യാജമായിട്ടുള്ള തെളിവുണ്ടാക്കിയിട്ടുള്ള DYSPക്കെതിരെ കേസെടുക്കണം എന്നല്ലേ കോടതി വിധി? അങ്ങനല്ലേ കോടതി വിധി? നിങ്ങളിപ്പോ അഭിലാഷ് ഒരു കുറ്റം ചെയ്താൽ അതിങ്ങനെ പാർട്ടി കുറ്റം ചെയ്താവുന്നത്? പാർട്ടി ആലോചിച്ചാകുന്നത് ഇങ്ങനെയാ? ഞങ്ങൾ ആ വിഷയത്തിലുള്ള നിലപാട് പറഞ്ഞിട്ടുണ്ട്. പാർട്ടിക്ക് ഈ കാര്യത്തിൽ ഒരു പങ്കുമില്ല. എന്നാൽ ഇവിടെ ശ്രമിച്ചത് RMPക്കാരും ഗവൺമെന്റും ചേർന്ന് ശ്രമിച്ചത് ഞങ്ങൾ പാർട്ടി എന്തോ തീരുമാനിച്ച് ഇദ്ദേഹത്തെ കൊന്നതാണ് എന്നാണ്. അതിൽ യാതൊരു വസ്തുതയുമില്ല എന്ന് നിങ്ങൾ അന്നും പറയുന്നു, ഇന്നും പറയുന്നു. നിങ്ങൾക്ക് ആളുകളോട് വിരോധം ഉണ്ടാവും. ഈ പറയുന്ന അദ്ദേഹം ഒരുപാട് പിന്നെ കണ്ണൂർ ജില്ലയിലുള്ള ജ്യോതി ബാബുവിനും ഞങ്ങളുമായി ബന്ധപ്പെട്ട് കുറെ കേസുണ്ടല്ലോ. വടകരയിലുള്ള ചന്ദ്രശേഖരനോട് എന്ത് വിരോധമാണ്? എന്ത് വിരോധമാണ് അവർ തമ്മിൽ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും അതിർത്തി തർക്കമുണ്ടോ? വഴി തർക്കമുണ്ടോ? ചന്ദ്രശേഖരൻ പ്രതിയായ കേസുകളെ പറ്റി നിങ്ങൾക്കറിയോ? ചന്ദ്രശേഖരൻ പ്രതിയായിട്ടുള്ള അക്രമ കേസുകളെ സംബന്ധിച്ച് നിങ്ങൾക്കറിയോ? അതിലൊന്നും വിവരം ഉണ്ടായിരുന്നില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന നിഷ്കാമകൻ എന്താ സംശയം? രവിയോട് ചോദിച്ചു നോക്കിയാൽ മതിയല്ലോ. ശരി, അപ്പോ ഞങ്ങൾ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ചന്ദ്രശേഖരന്റെ കൊലപാതകത്തെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. ആ കൊലപാതകത്തിൽ CPM-ന് ഒരു പാർട്ടി എന്നുള്ളതിലേക്ക് ഒരു പങ്കുമില്ല. ഞങ്ങൾ അന്നും പറയുന്നു, ഇന്നും പറയുന്നു. ഞങ്ങൾക്ക് പങ്കുണ്ടെന്ന് വരുത്താൻ നിങ്ങൾ ജില്ലാ സെക്രട്ടറിയെ പ്രതിയാക്കുന്നു. ശരി, ഓക്കെ. ഇതാണ് ഇപ്പോഴും CPM-ന്റെ ഡിഫൻസ്. പാർട്ടിക്കാർ ആരെങ്കിലും ചെയ്തു എന്ന് കരുതി പാർട്ടിക്ക് അതിനകത്ത് ഉത്തരവാദിത്വം. പിന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, പൂക്കട ഗൂഢാലോചന ഹൈക്കോടതി തന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, ജോസി ചെറിയാനെതിരെ കോടതി വളരെ കർശനമായ നിലപാട് എടുത്തിരിക്കുന്നു. അപ്പോൾ ഈ ഗൂഢാലോചന ആംഗിൾ എന്നുള്ളത് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അഭിലാഷേ, എനിക്ക് പ്രകാശം മാഷെ കുറിച്ച് ആലോചിച്ചിട്ട് സഹതാപം തോന്നുകയാണ്. ഈ CPM നേതാക്കന്മാർ അവരിപ്പോഴും ഈ കൊലപാതകത്തെ ന്യായീകരിക്കാൻ കിടന്ന് പെടാപ്പാട് പെടുന്നത് കാണുമ്പോൾ, ഒന്ന് അവർ പറഞ്ഞത്, മാഷ് പറഞ്ഞത് ഇപ്പം ഞങ്ങളെ കുറേ ആളുകൾ കൊല ചെയ്തിട്ടുണ്ട്, സുധീഷിൻ്റെ ഉൾപ്പെടെ. സുധീഷിനെയൊക്കെ കൊല ചെയ്തപ്പോൾ ഞാൻ ആ പാർട്ടിയിലായിരുന്നു, ഞാൻ SFIൻ്റെ ഞാനവിടെ പോയ ആളാണ്, ഞങ്ങളുടെ കമ്മിറ്റിയിലുള്ള ആളാണ്. അപ്പോൾ ആ പറഞ്ഞിട്ടാണ് ന്യായീകരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ മാഷേ, അങ്ങനെ നിങ്ങളുടെ പാർട്ടിക്ക് ഇത്രയേറെ കൊലയാളികൾ, പിന്നെ രക്തസാക്ഷികൾ ഉണ്ടാവുകയും ഇതൊക്കെ ചെയ്ത ഒരു പാർട്ടി, നിങ്ങൾക്ക് മറ്റൊരാളെ കൊല്ലാൻ എന്ത് ലൈസൻസാണ് ഉള്ളത്? അതുകൊണ്ട് മറ്റൊരു രക്തസാക്ഷി ഉണ്ടായിക്കോട്ടെ, അല്ലെ മറ്റൊരാളെ ഞങ്ങൾക്ക് കൊല്ലാൻ അവകാശമുണ്ട് എന്നാണോ മാഷ് പറയുന്നത്? അങ്ങനെ ചെയ്ത പാർട്ടിക്ക് പിന്നെ ഇതൊക്കെ ചെയ്യാൻ വീണ്ടും അവകാശമുണ്ട് എന്നതാണോ മാഷ് പറഞ്ഞു വരുന്നത്? എനിക്ക് മനസ്സിലായില്ല. മറ്റൊന്ന്, മാഷ് പറഞ്ഞു പിന്നെ ഇത് കൊലയാളികളെ പ്രോസിക്യൂട്ട് ഈ കേസിലെ ജോസി ചെറിയാനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോടതി തീരുമാനിച്ചത്. മാഷ കോടതിയുടെ ജഡ്ജ്മെൻ്റ് ഒന്നുകൂടെ വായിക്കണം. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഒന്ന്, ഈ ജോസി ചെറിയാൻ എതിരെ അല്ലെ അന്നത്തെ വിചാരണ കോടതിയിൽ അന്നത്തെ കേസ് നടത്തിയ ഈ പോലീസുകാർ
അന്ന് നമുക്കറിയാം അന്വേഷണ സംഘം എത്ര സാഹസികമായിട്ടാണ് ആ കേസ് അന്വേഷിച്ചതെന്നും ഈ പോലീസുകാർക്കെതിരെ ഏതൊക്കെ തരത്തിലുള്ള ആക്രമണമാണ് CPM-കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നും നമ്മൾ മറന്നിട്ടില്ല. ഈ ജോസി ചെറിയാനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് നേരത്തെ ഈ പാർട്ടി മുന്നോട്ട് പോയിരുന്നത്. കാരണം എല്ലാ ആളുകളും അത്ര സാഹസികമായിട്ടാണ് ഈ കേസ് അന്വേഷിച്ചത്, അതിൻ്റെ കൊലയാളികളെ പിടിച്ചത്, അവരുടെ ഭാര്യമാരെ, അവരുടെ കുട്ടികളെ, അവരുടെ കുടുംബത്തെയൊക്കെ വലിയ തോതിലുള്ള അറ്റാക്ക് ചെയ്തിട്ടാണ് അന്ന് ആ പാർട്ടി പോയത് എന്നുള്ളത് നമ്മൾ മറന്നിട്ടില്ല. പോട്ടെ, അത് ആ പാർട്ടി അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ജോസി ചെറിയാനെതിരെ ഈ തരത്തിലേക്കുള്ള ഗൂഢാലോചന നടത്തി എന്നതാണ് ഇവർ പറയുന്നത്. അവിടെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കോടതി നിരീക്ഷിച്ചു എന്നുള്ളത്. കോടതി പറഞ്ഞത് എന്താ? അത് ഹൈക്കോടതി വിചാരണ കോടതിയിൽ അത്തരത്തിലുള്ളൊരു കേസ് ഇവർ ഫയൽ ചെയ്തു. വിചാരണ കോടതി അത് പരിശോധിച്ചപ്പോൾ വിചാരണ കോടതി പറഞ്ഞു, ഇവിടെ ഈ കേസ്, ഇവരെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കേസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു. വിചാരണ കോടതി അത് തള്ളി. അതിനുശേഷം അവർ അപ്പീൽ പോയി ഹൈക്കോടതിയിൽ. ഹൈക്കോടതി അത് കേസ് പരിശോധിച്ചു. കേസ് പരിശോധിച്ചത് പറയും, ഞങ്ങളുടെ പരിധിയിലുള്ള ഒരു കേസല്ല ഇത് വിചാരണ കോടതി പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് താഴത്തേക്ക് അയക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും വിചാരണ കോടതി അത് പരിശോധിക്കട്ടെ, സത്യം പുറത്തു വരും, ഒരു സംശയവുമില്ല മാഷേ. അതിലെന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ള സത്യം പുറത്തു വരും എന്നത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ആ വിചാരണ അത് നടക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ അതിനെ ന്യായീകരിക്കാനേ ഇല്ല. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എന്താണ് ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് ന്യായീകരിക്കാൻ ഞാനില്ല. അത് പരിശോധിക്കട്ടെ. ഇതിനകത്ത് ഗൂഢാലോചനയിൽ മോഹനൻ രക്ഷപ്പെട്ടു പോയത് എങ്ങനെയാണെന്നത് ഇത്തരത്തിലുള്ള ചില സാങ്കേതികമായ കാരണങ്ങൾ. കാരണം കോടതിക്ക് തെളിവാണ് ആവശ്യം, സത്യമല്ല. ആ സത്യമാണെങ്കിൽ പോലും ആ സത്യം തെളിയിക്കാൻ ആവശ്യമായ തെളിവാണ്. ഞാനതാണ് പറഞ്ഞത്, ഈ തെളിവ് കൊടുക്കാൻ സാക്ഷികൾക്ക് പോലും ഭയമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് 52 സാക്ഷികൾ മൊഴി മാറിയത്. ഇവരുടെ ഭീഷണി ജീവിക്കാൻ പിന്നീട് മൊഴി കൊടുത്ത് കോടതിയിൽ വന്ന് ഈ സാക്ഷികൾ, പ്രത്യേകിച്ചും മോഹനൊക്കെ എതിരെ ഒരു മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ആ സാക്ഷി പിന്നീട് നാട്ടിൽ ജീവിക്കാൻ പറ്റുമോ? നമുക്കറിയില്ലേ. ഈ ചന്ദ്രശേഖരനെ കൊന്ന പാർട്ടി എങ്ങനെയായിരിക്കും അവരോട് പെരുമാറുക എന്നത്. സ്വന്തം കുടുംബത്തിനെ, സ്വന്തം ആളുകളുടെയൊക്കെ ഭയമുള്ള ആളുകൾ അതിന് നിന്നിട്ടില്ല, തയ്യാറായിട്ടില്ല. ഞാനതാ പറയുന്നത്, സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് ഒഴിവാക്കപ്പെട്ടു പോയത് കൊണ്ടാണ് എന്നുള്ളത്. പിന്നെ മറ്റൊന്ന് കാര്യം പറഞ്ഞു മാഷേ, ഇത് പാർട്ടി ആരോ ചെയ്തു. മാഷേ, എന്തിനാണ് ചന്ദ്രശേഖരനെ കണ്ണൂരുള്ള ഇപ്പോഴും വീണ്ടും 2 പേരെ കൂടി പുതുതായി കൂട്ടിച്ചേർത്തല്ലോ, 2 CPM നേതാക്കന്മാർ. ഇവരൊന്നും പാർട്ടിക്കാരല്ലേ? മാഷ എന്താ പറയുന്നത്? പാർട്ടിക്ക് ഇതിനകത്ത് പങ്കില്ല. ഇപ്പോൾ CPM-ന്റെ ഉന്നതരായ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി മെമ്പർ, ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്ന, വൈസ് പ്രസിഡന്റ് ആയിരുന്ന KK കൃഷ്ണൻ ഏറ്റവും ഉന്നതനായിരുന്നല്ലോ. ആ ഏരിയ കമ്മിറ്റി മെമ്പർമാർ പാർട്ടിയല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല. കുഞ്ഞനന്തൻ കണ്ണൂരുള്ള ഏറ്റവും പ്രധാനമായിരുന്നോ പാർട്ടിയുടെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി, ഇന്നത്തെ മുഖ്യമന്ത്രിയൊക്കെ എത്ര പുകഴ്ത്തിയാണ് കുഞ്ഞനന്തനെയൊക്കെ സംസാരിച്ചത്. പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാനിയായിരുന്ന, കൊലയാളിയായിട്ട് ജയിലിലുണ്ടായിരുന്ന സമയത്ത് പോലും നിങ്ങൾ ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി അതിൻ്റെ ജാഥ നടത്തുമ്പോൾ മുൻപന്തിയിൽ നിന്ന് നടത്തിച്ച ആ പ്രധാനപ്പെട്ട ആൾ CPM അല്ലേ? പിന്നെ എങ്ങനെയാണ് CPM-ന് പങ്കില്ല എന്ന് താങ്കൾ പറയുന്നത്? ഇപ്പോഴും കോടതി, അദ്ദേഹം മരണപ്പെട്ടിട്ട് പോലും കോടതി നിരീക്ഷിച്ചത് എന്താണെന്ന് അറിയുമോ? അവർ കുഞ്ഞനന്തൻ്റെ ഭാര്യയ്ക്ക് അപ്പീലിൽ കക്ഷിയായപ്പോൾ കുഞ്ഞനന്തനെ ഉൾപ്പെടെ ശിക്ഷ സ്ഥിരീകരിക്കുകയും ഇതിൻ്റെ പിഴ കുഞ്ഞനന്തനെ കുടുംബം കൊടുക്കണമെന്നാണ് കോടതി നിരീക്ഷിച്ചത്. അത്ര ശക്തമായിട്ട് CPM-ന്റെ പങ്ക് കോടതി നിരീക്ഷിച്ചൊരു കേസാണ്. പിന്നെ മാഷ് പറഞ്ഞ മറ്റൊരു കാര്യം, ചന്ദ്രശേഖരൻ എന്താ ക്രിമിനൽ കേസില്ല? ഏത് ക്രിമിനൽ കേസായിരുന്നു മാഷേ ഉണ്ടായിരുന്നത്? ഒന്ന് തെളിയിക്കാമോ? ചന്ദ്രശേഖരനെ രമയ്ക്ക് അറിയാമെന്നാണ് മാഷ് പറഞ്ഞത്. ഏത് ക്രിമിനൽ കേസാണ് ഉണ്ടായിരുന്നത്? ചന്ദ്രശേഖരൻ്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും ഉണ്ടായിരുന്നില്ല. അറിയാമോ താങ്കൾക്ക്? ഒരു പെറ്റി കേസ് പോലും ചന്ദ്രശേഖരൻ്റെ പേരിൽ ഉണ്ടായിരുന്നില്ല. ചന്ദ്രശേഖരൻ ഒരു ക്രിമിനൽ കേസിലും പ്രതിയായിരുന്നില്ല. അത് ഏതെങ്കിലും ഒരു കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴേ കോടതിയിൽ തെളിയിച്ചേനെ. അത് ഈ ക്രിമിനലാണിത് എന്ന് പറഞ്ഞ് നിങ്ങൾ എപ്പോൾ കോടതിയിൽ ഇത്തരം രേഖകളൊക്കെ കൊടുത്തേനെങ്കിൽ. ഇതൊക്കെ CPM ഇപ്പോഴും ഇങ്ങനെ, ഇതാണ് ഞാൻ പറയുന്നത്, മാഷോടൊക്കെ സഹതാപം തോന്നുന്നു. മാഷെ പോലെയുള്ള CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട ആൾ കുറച്ചുകൂടി സൗമ്യമായിട്ട് ഇത്തരം ഇതിനൊക്കെ ഇതിനൊക്കെ എതിരെ സംസാരിക്കുന്ന ഒരാളെയൊക്കെ ഇപ്പോഴും ഇതിനെ ന്യായീകരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് നിങ്ങളെ പാർട്ടി ചുമതലപ്പെടുത്തിയതാണ്. നിങ്ങൾക്കതേ രക്ഷയുള്ളൂ, ഒരു സംശയമില്ല. കാരണം പാർട്ടിയെ ന്യായീകരിച്ച് ഈ പാർട്ടി ഇല്ലാതായി കഴിഞ്ഞു. ഇനി ഈ പാർട്ടിയൊന്നും ഉണ്ടാവില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന മനുഷ്യത്വമുള്ള പാർട്ടി ആയിരിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നിങ്ങൾക്കൊക്കെ മനുഷ്യത്വമുണ്ടോ? ഒരു മനുഷ്യനെ തെരുവിൽ വെട്ടിക്കൊല്ലാൻ എന്തിനാണ്?
രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞതിന് വ്യത്യസ്തമായ ഒരു പാർട്ടി, നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി മരിച്ചു വീണ് പിറ്റേ ദിവസം കൂലംകുത്തിയാണെന്ന് പറയാൻ ഒരു പ്രയാസവുമില്ലാതിരുന്നല്ലോ. ഏത് മനുഷ്യത്വത്തെക്കുറിച്ചാണ് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുക? ഏത് ജനാധിപത്യത്തെക്കുറിച്ചാണ്? കാരണം ഇത്തരത്തിലുള്ള ആളുകളാണ് ഈ പാർട്ടിയെ നയിക്കുന്നതെങ്കിൽ എന്തായിരുന്നു ആ പാർട്ടിയുടെ അവസ്ഥ എന്നുള്ളതാണ് അല്ലേ. കമ്മ്യൂണിസം എങ്ങനെയാണ് അന്യൻ്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു ലോകത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ അന്യൻ്റെ ശബ്ദം ഇതേപോലെ നിലച്ചിരിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് നിങ്ങൾ. അന്യരൊരു പാർട്ടി ഉണ്ടാക്കിയാൽ, അന്യരല്ല സ്വന്തം കുടുംബത്തിലുള്ള ആൾ ആണല്ലോ ഞങ്ങളൊക്കെ. ഈ പാർട്ടി എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ വിയർപ്പൊഴുക്കി ചോര കൊടുത്ത് വളർത്തിയെടുത്ത പാർട്ടിയാണ്. എൻ്റെ അച്ഛനെ പോലുള്ള നിരവധി സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റുകാർ അവരൊക്കെ ചോര കൊടുത്ത് പടുത്തുയർത്തിയ പാർട്ടിയാണ് മാഷേ ഇത്. ആ പാർട്ടിയിലുള്ള ആളെയാണ് നിങ്ങൾ കൊല്ലാൻ വേണ്ടി ആളെ അയച്ചത്. നിങ്ങൾ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തത് എത്ര വർഷം? 2009 മുതൽ ഗൂഢാലോചന നടക്കുകയാണ്. അതൊക്കെ കോടതി തെളിയിച്ചു. ഇവിടെ വളരെ കൃത്യമായിട്ട് ആ ഗൂഢാലോചനയുടെ നാൾ വഴികൾ കോടതി, നിങ്ങൾ ആ ജഡ്ജ്മെൻ്റ് എടുത്ത് വായിച്ചാൽ വളരെ കൃത്യമായിട്ട് കോടതിയുടെ നിരീക്ഷണങ്ങൾ, വെറുതെയല്ല അതൊന്നും. ഇതൊക്കെ കോടതിക്ക് മനസ്സിലായി. പൊതുസമൂഹം, ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ. ഇനിയും ഇത് ന്യായീകരിക്കാൻ പെടരുത് എന്നതാണ് മാഷെ പോലുള്ള ആളുകളോട് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും ഇവിടുത്തെ ജനങ്ങൾ ഇനിയിപ്പോൾ മറ്റു കാര്യങ്ങൾ ജനങ്ങൾ ഇതുവരെ വിലയിരുത്തിയതാണ്, ഇനിയും ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നത് തന്നെയാണ് അഭിലാഷ് എനിക്ക് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും വളരെ നന്ദി ശ്രീമതി രമ, താങ്കൾക്ക് മറ്റ് ചർച്ചകളിൽ കൂടി പങ്കെടുക്കാൻ ഉണ്ടല്ലോ. ശ്രീ രാജു പി നായർ, ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ശിക്ഷാവിധിയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഒന്ന്, ഇപ്പോൾ വധശിക്ഷ തുടങ്ങിയ കാര്യങ്ങൾ, വധശിക്ഷ വിധിച്ചാലും നമ്മുടെ നാട്ടിൽ വളരെ അപൂർവമായി മാത്രമേ വധശിക്ഷ നടക്കാറുള്ളൂ എന്ന് നമുക്കറിയാം. അത് കേൾക്കുമ്പോൾ ഒരു വധശിക്ഷ എന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്നുള്ളതിനപ്പുറത്ത് വധശിക്ഷ എന്നുള്ളത് അത്ര പ്രായോഗികമായി നടക്കുന്ന കാര്യമല്ല. പക്ഷേ ഇവിടെ കൃത്യമായും കോടതി റെമിഷൻ തടഞ്ഞിരിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യേകിച്ച് രാഷ്ട്രീയ അക്രമ കേസിലൊക്കെ പ്രതിയായ ആളുകൾക്ക് ജീവപര്യന്തം വിധിച്ചാലും സർക്കാരുകൾ ഓരോരോ കാരണം പറഞ്ഞ് ഇളവ് കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ജീവപര്യന്തക്കാർക്ക് 14 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഇറങ്ങാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഇത് അങ്ങനെ ഉണ്ടാവാത്ത വിധത്തിലുള്ള ഒരു ജാഗ്രത അക്കാര്യത്തിൽ കൃത്യമായി ഉണ്ടായിരിക്കുന്നു. ഇവരുടെ മൊത്തം ശിക്ഷാ കാലയളവ് 20 വർഷം പൂർത്തീകരിക്കുന്നതിന് മുൻപ് റെമിഷൻ പാടില്ല എന്ന് വളരെ ശക്തമായി ഹൈക്കോടതി വിധിച്ചിരിക്കുകയാണ്. അതാണ് ഈ കേസിനകത്ത് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രതികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കുറഞ്ഞത് 8 കൊല്ലമെങ്കിലും ഇവർ ഇനിയും അകത്ത് കിടക്കേണ്ടി വരും. ഈ കൊലയാളി സംഘം എന്ന് പറയുമ്പോൾ അതിലെ ആദ്യത്തെ 6 പേർ എന്ന് പറയുന്നത് കൊട്ടേഷൻ സംഘാംഗങ്ങളാണ്. അവർ നിരവധി ക്രിമിനൽ കേസുകളിൽ, ഇതുപോലെയുള്ള കൊലക്കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകളുമാണ്. അപ്പോൾ അവർ അത്രയും കാലം അകത്ത് കിടന്നാൽ ജനങ്ങൾക്ക് അത്രയും കാലം സമാധാനത്തോടു കൂടി ജീവിക്കാം എന്നുള്ളത് കൂടിയാണല്ലോ അർത്ഥം. തീർച്ചയായിട്ടും അഭിലാഷ്, എന്തായാലും ഈ വിധി സത്യം പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നൊരു വിധിയാണ്. കാരണം വ്യക്തിപരമായിട്ട് ഞാനും വധശിക്ഷയ്ക്ക് എതിരായിട്ടുള്ള ഒരാളാണ്. കാരണം വധശിക്ഷ പലപ്പോഴും നമ്മുടെ ദേഷ്യത്തെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു വൈരാഗ്യത്തെയോ ശമിപ്പിക്കാൻ മാത്രമേ ആവുള്ളൂ. അതൊരു നീതി നടപ്പാക്കലാണെന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നില്ല. അതുമാത്രമല്ല, മരണം പലർക്കും രക്ഷയാണ്. സ്വന്തം ജീവിതത്തോട് വിലയില്ലാത്തവനാണ് ഇത്തരത്തിലുള്ള കൃത്യങ്ങൾക്ക് ഇറങ്ങുന്നത്. അവന് മരണം എന്ന് പറഞ്ഞാൽ രക്ഷയാണ്. അതിനേക്കാൾ നല്ലത് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ ശിക്ഷ നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ഏറ്റവും നല്ല ഒരു മാതൃക. അതുകൊണ്ട് തന്നെ ഞാനതിനെ സ്വാഗതം ചെയ്യുകയാണ്. പുതിയൊരു പ്രസിഡൻ്റായിട്ട് ഈ കേസ് മാറട്ടെ എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഇവിടെ ശ്രീ പ്രകാശൻ മാസ്റ്റർ ഉന്നയിച്ച വാദങ്ങളെ നോക്കാം. ഈ കീഴ്ക്കോടതിയുടെ വിധിയുടെ, ട്രയൽ കോർട്ടിൻ്റെ വിധിയുടെ 828-ാമത്തെ പാരഗ്രാഫുണ്ട്. അതിനകത്ത് പറയുന്നത്, ആദ്യത്തെ സെൻറ്റൻസ് ഞാൻ വായിക്കുന്നില്ല, രണ്ടാമത്തെ സെൻറ്റൻസ്, മോട്ടീവ് ഓഫ് ദ മർഡർ വാസ് പൊളിറ്റിക്കൽ ആനിമോസിറ്റി. അക്യൂസ്ഡ് 1 to 7 were tools in the hands of the person who entertained political enmity towards the deceased. എന്ന് വെച്ചാൽ 1 മുതൽ 7 വരെ ഈ മനുഷ്യനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യം അത് അനുവദിച്ചു കൊടുത്ത അവരുടെ കയ്യിലെ ആദ്യ ആയുധമായിരുന്നു ഇവർ. മനസ്സിലായില്ലേ? അപ്പോൾ ആരാണ് ഈ ആയുധങ്ങൾ? മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ കൊടുത്ത മറുപടിയുണ്ട്. ഇതിനകത്ത് ആരൊക്കെയാണ് ഈ കേസിലെ പ്രതികൾ, അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നുള്ളത് 11/6/2018 കേരളത്തിൻ്റെ നിയമസഭയിൽ കൊടുത്തിരിക്കുന്ന ഇതിൽ കിർമാണി മനോജ് ഉൾപ്പെടെ സുനി ഉൾപ്പെടെ 12 പേര് CPM ആണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒന്ന് തള്ളി പറയാൻ പ്രകാശ് മാസ്റ്റർക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ CPM-കാരായിട്ടുള്ള പ്രതികൾ മാത്രമുള്ള ഈ കേസിൽ അത് മറ്റാരോ ചെയ്തതാണെന്നും അത് CPM-ന് ബന്ധമില്ലാത്തതാണെന്ന് പ്രകാശൻ മാഷ് പറഞ്ഞാൽ മാഷ് ഒരു ചോദ്യവും കൂടി മറുപടി പറയണം. കണ്ണൂരെ പാർട്ടി നേതൃത്വം ഉൾപ്പെടെ കില്ലർ സ്ക്വാഡുകൾ മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടോ
എന്നുള്ളതും കൂടി പ്രകാശ് മാഷ് ഒന്ന് പറയണം. ശരി. 12 പേര് CPM-കാരാണ് ഇതിനകത്ത്. ശിക്ഷിക്കപ്പെട്ടവർ മുഴുവൻ CPM-കാരാണ്. അതിനകത്ത് കുഞ്ഞനന്ദൻ എന്ന കൊലയാളി ഉൾപ്പെടെയുണ്ട്. ഇവരെല്ലാം പാർട്ടി നേതൃത്വം പറഞ്ഞുകൊണ്ട് സ്വർണം പൊട്ടിക്കാൻ അർജുൻ ആയങ്കിയുടെ നേതൃത്വത്തിൽ കൊടുക്കുന്ന ടീമിനെ നമുക്കറിയാം. കൊല്ലാൻ വേണ്ടിയിട്ടുള്ള കില്ലർ സ്ക്വാഡിനെ വാടകയ്ക്ക് കൊടുക്കുന്ന പാർട്ടിയാണോ CPM അങ്ങ് വ്യക്തമാക്കണം. ഇവിടെ പൊളിറ്റിക്കൽ ആനിമോസിറ്റി വിധിയിൽ പറയുന്നു. എന്താ പൊളിറ്റിക്കൽ ആനിമോസിറ്റി? ശ്രീമതി രമ പറഞ്ഞതാണ്, ആ മരണം കൊലപാതകം കഴിഞ്ഞ് അതിൻ്റെ ശരീരത്തിൻ്റെ ഗന്ധം മാറുന്നതിന് മുമ്പ് ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ 12 പേരും CPM-കാരാണെന്ന് പറഞ്ഞ നേതാവാണ് പറഞ്ഞത് കുലംകുത്തി എന്നും കുലംകുത്തിയാണ്. 828-ാമത്തെ പാരഗ്രാഫിലെ പൊളിറ്റിക്കൽ ആനിമോസിറ്റി എന്ന് പറയുന്നത് ഈ കുലംകുത്തി എന്നും കുലംകുത്തിയാണെന്നുള്ള പരാമർശമാണ്. അതിനകത്ത് പീപ്പിൾ ഹു എന്റർടൈൻഡ് ദ പൊളിറ്റിക്കൽ ആനിമോസിറ്റി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ പിണറായി വിജയനാണ്. ഒരു സംശയവും വേണ്ട. ആ പിണറായി വിജയൻ അതിന്റെ നേരിട്ടുള്ള ഉത്തരവാദിത്വം ജനങ്ങൾക്ക് മുന്നിൽ വെളിവാകുന്നതാണ് കുലംകുത്തിയ പരാമർശം. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ അഭിലാഷം ഞാൻ ചോദിക്കട്ടെ ഒരു മിനിറ്റ്. ഈ പ്രതികൾക്ക് ഇതിനകത്ത് കിടക്കുമ്പോൾ മുഴുവൻ സഹായം ചെയ്തു കൊടുത്തതാരാ? കിർമാണി മനോജിനും സുനിയെയും ജയിലിനകത്തിട്ട് പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജയിലിന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത് ദിവംഗതനായ കോടിയേരി ബാലകൃഷ്ണനായിരുന്നില്ലേ? ഈ കിർമാണി കൊടിസുനിയുടെയും അതുപോലെ തന്നെ അണ്ണൻ സിജിത്തിൻ്റെയും വീട്ടിലെ കല്യാണങ്ങൾക്ക് പോയി അവിടെ അവരെ എൻഡോസ് ചെയ്ത് കൊടുത്തത് ഇന്നത്തെ സ്പീക്കർ ഷംസീർ അല്ലേ? എന്നിട്ട് എന്താ പറഞ്ഞത്? ജയിലുകൾ അത് മനുഷ്യനെ ശരിയാക്കാൻ നന്നാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഇത്രയും കൊടും ക്രിമിനലായിട്ടുള്ള ഒരു മനുഷ്യനെ തങ്ങൾക്ക് പരിചയം പോലും ഇല്ലാത്തവരെ മുഖം പോലും കാണാൻ കഴിയാത്ത രീതിയിൽ 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ പൈശാചി എന്താ പറയുക, കാടത്തെന്ന് പറയാൻ പാടില്ല, കാരണം കാട്ടിലുള്ള നീതിക്കൊക്കെ അപ്പുറത്താണ്. കാട്ടിലൊക്കെ ഒരു പ്രത്യേക നീതിയുണ്ട്. അതിനെല്ലാം അപ്പുറമുള്ള കൊടും ക്രിമിനലുകൾ, ആ ക്രിമിനലുകൾ ഈ സംസ്ഥാനത്ത് നടത്തിയ ഏറ്റവും വലിയ ഒരു ആക്രമണത്തെ, ഈ കേരളം മുഴുവൻ തരിച്ചു നിന്ന സംഭവത്തെ അതിന് പ്രതികളായിട്ടുള്ളവരെ പോലും സംരക്ഷിച്ച CPM ആണ് ഇല്ലേ? കുഞ്ഞനന്ദൻ ഉൾപ്പെടെ പറഞ്ഞു. എന്താ ഇപ്പോഴത്തെ വടകര സ്ഥാനാർത്ഥി എന്താ കുഞ്ഞനന്ദനെ കുറിച്ച് പറഞ്ഞത്? മനുഷ്യനന്മ. ഇതാണോ മനുഷ്യനന്മ? ഒരു മനുഷ്യനെ കില്ലർ സ്ക്വാഡിനെ അയച്ച് രാത്രി കൊലപ്പെടുത്തുന്ന മനുഷ്യനന്മയെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? CPM-ന്റെ ഇരട്ടത്താപ്പല്ലേ ശൈലജ ടീച്ചർ? CPM-ന്റെ ഇരട്ടത്താപ്പല്ലേ ശൈലജ ടീച്ചർ? ഒരു സ്ത്രീയെ അവരുടെ അവകാശം, അവരുടെ മാതാവിൻ്റെയും ആ മനുഷ്യന്റെ മാതാവിൻ്റെ അവകാശത്തെ ഇല്ലാതാക്കി, അവൻ്റെ ജീവിക്കാനുള്ള അവകാശങ്ങളെ ഇല്ലാതെയാക്കിയിട്ട് ആ കൊലപാതകിയെ ന്യായീകരിച്ച, ഇന്നും ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ശൈലജ ടീച്ചർ CPM-ന്റെ ഇരട്ടത്താപ്പാണ്. മനുഷ്യ നന്മയുണ്ടെങ്കിൽ അവർക്കത് പറയാൻ കഴിയും. ശരി, മടങ്ങിയെത്താം. ശങ്കുട്ടി ദാസ്, ഇവിടെ ഇപ്പോ നിസ്സഹായനായ ഒരു മനുഷ്യനെ ആയുധധാരികളായ 6 പേർ ചേർന്ന് ഒരു റോട്ടിലിട്ട് വെട്ടിക്കൊന്നു എന്ന കോടതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ബാർബാറിക്കായ ഒരു വലിയ ക്രൈമാണ് TP ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ നടന്നത്. അതിനൊരു ജീവപര്യന്തം ശിക്ഷ കൊണ്ട് പരിഹാരമാവുന്നതല്ല, അത് പോരാ എന്ന് കോടതിക്ക് തോന്നുന്നു. ശിക്ഷ വർദ്ധിപ്പിക്കുന്നു, ശിക്ഷ കുറെ കൂടി കടുത്തതായി നടപ്പാക്കുന്നു. ഇതുകൊണ്ട് മാത്രം ഇപ്പോൾ നമുക്കറിയാം, ഈ പ്രതികൾ തന്നെ കൊലപാതകികൾ അടക്കമുള്ള ആളുകൾ നേടിയിട്ടുള്ള, ജയിലിനകത്ത് നേടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ, അവർ ജയിലിനകത്ത് കൊട്ടേഷൻ പ്ലാൻ ചെയ്തത് തൊട്ട് ധാരാളമായി ലഭിക്കുന്ന പരോളുകൾ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ പരോളിന് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, റെമിഷൻ കൊടുക്കുന്നതിന് മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിരോധനമുള്ളൂ എന്നിരിക്കെ ഇതിലിപ്പോൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ ആളുകളൊക്കെ ചിലരെങ്കിലും പുറത്തൊക്കെ കറങ്ങി നടന്ന് വീണ്ടും ഇമാതിരി പരിപാടികളൊക്കെ കാണിച്ചാൽ അത്ഭുതപ്പെടേണ്ടതുണ്ടോ? കോടതി വിധി കൊണ്ട് അങ്ങനെ സാധിക്കില്ല. കാരണം കോടതി വിധിയിൽ തന്നെ വളരെ കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട്, വിത്ത് റൈഡർ ഓഫ് കർട്ടെയിലിംഗ് റെമിഷൻ എന്ന് പറയുന്നുണ്ട്. റെമിഷൻ എന്ന് പറയുന്ന അവകാശത്തെ എടുത്തു കളയുകയാണ് ചെയ്യുന്നത്. പരോൾ എന്ന് പറയുന്നത് റെമിഷൻ്റെ ഭാഗമായിട്ടാണ് വരിക എന്നുള്ളത് സുപ്രീം കോടതി തന്നെ ആവർത്തിച്ചിട്ടുള്ള വിധി പ്രസ്താവങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. റൂൾ നമ്പർ 44 പ്രകാരം റെമിഷൻ എന്ന് പറയുന്നത് പരോളിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഈ പ്രതികൾക്ക് പരോൾ കിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ എന്താണ് കോടതിക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ പ്രതികൾക്ക് ജീവപര്യന്തം കൊടുക്കുന്നതിന് ഉപരിയായിട്ട് എന്താണ് ചെയ്യാൻ സാധിക്കുക? നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതി പ്രകാരം റെയറസ്റ്റ് ഓഫ് റെയർ ഡോക്ടറിൻ എന്ന് പറയുന്ന ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് മുതലുള്ള കേസുകളിലൂടെ സുപ്രീം കോടതി ആവർത്തിച്ച് സ്ഥാപിച്ചു വന്നിട്ടുള്ള അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസ്. ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസാണ്. പക്ഷേ ഇവിടെ പ്രതി എന്ന് പറയുന്നത് ഏതാനും വ്യക്തികളല്ല, ഒരു സംഘടനയാണ്. ഒരു സംഘടന എങ്ങനെയാണ് കോടതി തൂക്കി കൊല്ലുക എന്നുള്ളതാണ് ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള ചോദ്യം. ഇവിടെ ആരാണ് പ്രതി? ഇവിടെ കോടതിയുടെ ആ കേസിലുള്ള വിധിന്യായത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന പോർഷൻ നമ്മൾ എടുത്ത് വായിക്കുക. എന്താണ് കോടതി ഈ കേസിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് പറയുന്നത്? TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തി CPIM-ന്റെ സജീവ പ്രവർത്തകനായിരുന്ന ആളാണ്. 2009 പാർട്ടിയിലുള്ള ചില പടലപ്പ
പിണക്കങ്ങളും ചില തെറ്റുകളും മൂലം ഇദ്ദേഹം പാർട്ടിയിൽ നിന്ന് പിരിഞ്ഞുപോയി. 2009 വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം വിമതനായി മത്സരിക്കുന്നു. ഇദ്ദേഹം 21,800 വോട്ട് സമാഹരിക്കുന്നു. 2004 തെരഞ്ഞെടുപ്പിൽ 4,29,000 വോട്ട് പിടിച്ച് അവിടെ ജയിക്കുന്ന പി സതീദേവി 2009 തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ 3,65,000 വോട്ടിലേക്ക് പുറകോട്ട് പോകുന്നു. ഏതാണ്ട് 65,000 വോട്ടിന്റെ വ്യത്യാസം അവിടെ ഉണ്ടാകുന്നു. 50,000 വോട്ടിന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിക്കുന്നു. ഈ ജയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ പറയുന്ന ടി.പി. ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്ഥാനാർത്ഥിത്വമാണ് എന്ന കാരണം പാർട്ടിക്ക് ഇദ്ദേഹത്തോട് വലിയ അളവിലുള്ള വിരോധം ഉണ്ടാക്കുന്നു. ഇദ്ദേഹത്തെ പാഠം പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നു. 2009 തന്നെ നടക്കുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒഞ്ചിയത്ത് മത്സരിക്കുന്നു. CPM-ന്റെ നിയന്ത്രണത്തിലുള്ള ഇടത് ഭരണത്തിലുള്ള ഒഞ്ചിയം പഞ്ചായത്തിൽ ഇടതുപക്ഷ ഏകോപന സമിതി എന്ന് പറയുന്ന CPM വിരുദ്ധ മുന്നണിയുടെ സംസ്ഥാന കൺവീനറായിക്കൊണ്ട് ഇദ്ദേഹം മത്സരിക്കുന്നു. 8 സീറ്റുകൾ ഇദ്ദേഹം ഒഞ്ചിയത്ത് നേടുന്നു. ഒഞ്ചിയത്ത് ഒറ്റയ്ക്ക് ഭരണത്തിലേറുന്നു. ഇതോടുകൂടി ഏത് നിലയ്ക്കും ഇയാളെ ഉന്മൂലനം ചെയ്യണമെന്ന് തീരുമാനിക്കുകയാണ്. അതിനെ തുടർന്നുണ്ടാവുന്ന ഗൂഢാലോചനയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട പ്രകാശൻ മാസ്റ്റർ പറയുമ്പോൾ ഗൂഢാലോചന എന്ന് പറയുന്ന ആരോപണം കോടതി തള്ളിക്കളയാണ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. എങ്ങനെയാണ് ഒരു ചർച്ചയിൽ വന്നിരുന്നിട്ട് നമ്മുടെ മുന്നിലുള്ള ഒരു വിധിന്യായം നമ്മുടെ എല്ലാവരുടെയും കയ്യിലിരിക്കുമ്പോൾ ഇങ്ങനെ വ്യാജമായി സംസാരിക്കാൻ സാധിക്കുന്നത്? നിങ്ങൾ വിധിയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, A1 മുതൽ A8 വരെ, അതായത് 1-ാം പ്രതി മുതൽ 8-ാം പ്രതി വരെ ഉണ്ടായിരുന്ന ആളുകൾക്ക് മുന്നേ ചാർത്താതിരുന്നിരുന്ന ഗൂഢാലോചന കുറ്റം നിലനിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അത് എടുത്ത് വീണ്ടും സ്ഥാപിക്കുകയും അതേപോലെ തന്നെ A1, A5, A7 ഇവരുടെയൊക്കെ മേലെ പുതുതായിട്ട് ഗൂഢാലോചന കുറ്റം കൊണ്ടുവരികയാണ് ചെയ്തത്. ആ മുഴുവൻ ഭാഗം, അതായത് വിധിന്യായത്തിലെ പേജ് 94, 95, 96 ഇത് മുഴുവൻ വായിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അതിൽ അവസാനത്തെ വാചകം മാത്രം ഞാൻ പ്രകാശൻ മാസ്റ്ററുടെ ഒരു സൗകര്യത്തിന് വേണ്ടി വായിക്കാം. We are of the definite view that the finding of the trial court as regards that complicity of the above accused in the commission of an offence under section 120B of the IPC was not a possible view in light of the overwhelming evidence discussed above. It is therefore that we reverse the finding of the acquittal under section 120B of the IPC in respect of A1 to A5, A7, A10 and A12. The said accused are found guilty of the offence under section 120B of IPC. Section 120B of IPC ആണ് ഗൂഢാലോചന. കീഴ്ക്കോടതി 120B നിലനിൽക്കില്ല എന്ന് പറഞ്ഞത് തെറ്റാണ്. ഞങ്ങൾക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. ഈ പറഞ്ഞ പ്രതികൾക്ക് നേരെ ഗൂഢാലോചന കുറ്റം നിലനിൽക്കും. അതുകൊണ്ട് അവർക്ക് മേലെ ഗൂഢാലോചന കുറ്റവും കൂടി ഞങ്ങൾ സ്ഥാപിക്കുകയാണ്. കോടതി വളരെ കൃത്യമായിട്ട് ആ കോൺസ്പിറസി എന്ന് പറയുന്ന പോർഷനിൽ പറയുന്നു. മാത്രമല്ല മാഷ് പറഞ്ഞതുപോലെ പൂക്കട കേന്ദ്രീകരിച്ചിട്ടല്ല ഗൂഢാലോചന ഉണ്ടായത്. അത് ഈ വിധിയിലും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. സമീറ ക്വാർട്ടേഴ്സ് ചൊക്ലിയിൽ A1 മുതൽ A7 വരെയുള്ള പ്രതികൾ പല സമയങ്ങളിലായി നടത്തിയിട്ടുള്ള ഗൂഢാലോചനയെ പറ്റിയിട്ടും A12, 13, 14 വരെയുള്ള പ്രതികൾ ഉൾപ്പെട്ടിട്ടുള്ള 31ഓളം ടെലിഫോൺ സംഭാഷണങ്ങളെ പറ്റിയിട്ടും ഫോണിലൂടെ നടന്നിട്ടുള്ള ഗൂഢാലോചനയെ പറ്റിയിട്ടൊക്കെ ഗൂഢാലോചനയെ പറ്റി വിശദമായിട്ടുള്ള പരാമർശങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒഞ്ചിയം എന്ന് പറയുന്ന ഈ ടി.പി. ചന്ദ്രശേഖരൻ്റെ നാട് കോഴിക്കോട് ജില്ലയിലാണ്. ഈ പറയുന്ന പ്രധാനപ്പെട്ട A10 അല്ലെങ്കിൽ 10-ാം പ്രതിയായിട്ടുള്ള കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ കോഴിക്കോട് ജില്ലയിലുള്ള ഒരു ഏരിയ കമ്മിറ്റിയുടെ ചുമതലയിലുള്ള ആളാണ്. നേരെ തിരിച്ച് കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന 13-ാം പ്രതി കണ്ണൂർ ജില്ലയിലുള്ള പാനൂർ ഏരിയ കമ്മിറ്റിയുടെ ചുമതലയിലുള്ള ആളാണ്. A14, 14-ാം പ്രതിയായിട്ടുള്ള മോഹനൻ മാസ്റ്റർ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. പ്രതികളെ സംരക്ഷിച്ചതിനും പ്രതികളെ ഒളിവിൽ താമസിപ്പിച്ചതിനും അറസ്റ്റിലായിട്ടുള്ള 15-ാം പ്രതി KK രാഗേഷ് സംസ്ഥാന സമിതി അംഗമാണ്. അതായത് കോഴിക്കോട് ഒഞ്ചിയത്ത് നടന്നിട്ടുള്ള ഒരു പ്രാദേശികമായിട്ടുള്ള വൈരാഗ്യത്തിൻ്റെ പേരിൽ സംസ്ഥാന നേതാവ് ഉൾപ്പെടെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് കണ്ണൂരിൽ നിന്ന് പ്രതികൾ വന്ന് കണ്ണൂരിൽ നടന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് കോഴിക്കോട് കൊലപാതകം നടത്തുമ്പോൾ ഇത് ഏതെങ്കിലും ഒരു പ്രാദേശികമായിട്ടുള്ള സമിതിയുടെ മാത്രം തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണെന്ന് പറയാൻ കഴിയുമോ? അങ്ങ് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഈ പാർട്ടിയുടെ കേഡർ സംവിധാനത്തെയും ഇതിൻ്റെ സംഘടനാ മെക്കാനിസത്തെയും പറ്റിയൊക്കെ അറിയുന്ന ഒരാളാണ്. കണ്ണൂർ ജില്ലയിലെ ഒരു കാര്യം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് തീരുമാനിച്ച് നടപ്പാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ? അപ്പോൾ ഇതിന് പിന്നിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട്. 3-4 ജില്ലാ കമ്മിറ്റികളുടെ ഏകോപനമായി പ്രവൃത്തിയിൽ നടന്നിട്ടുണ്ട്. ഈ പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാന തലത്തിൽ തന്നെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. മുടക്കുഴി മലയിലല്ലേ ഈ പ്രതികളെ കൊണ്ട് താമസിപ്പിച്ചിരുന്നത്? മുടക്കുഴി മല എന്ന് പറയുന്നത് CPM-ന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള സ്ഥലമല്ലേ? ജയിലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കേസ് നടക്കുന്നില്ലേ? കേസിൽ വിചാരണ നടക്കുന്നില്ലേ? ഈ പ്രതികൾക്ക് കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന ആൾക്ക് 1 വർഷത്തിൽ 200 ദിവസം പരോള് കിട്ടിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണവും കോടതിയുടെ പരാമർശവും ഉണ്ടായിട്ടില്ലേ? അപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നോളം ഇല്ലാത്തവണ്ണം പ്രതികൾക്ക് വലിയ സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്. പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പാർട്ടി സംവിധാനം മുഴുവനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. മോഹനൻ മാസ്റ്ററെ സംരക്ഷിക്കാൻ വേണ്ടി ഓരോ പാർട്ടി സഖാവും ഒരു തീപ്പന്തമായി മാറണം എന്നുള്ള പരാമർശമൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടിയുടെ മുഴുവൻ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഒരു സംരക്ഷണ കവചം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ പാർട്ടിയുടെ ഗൂഢാലോചനയാണ്. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന ഭാഗത്ത് കോടതി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ പ്രതികളിൽ ഏതെങ്കിലും ഒരാൾക്ക് ടി.പി. ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആളോട് വ്യക്തിപരമായിട്ട് വിരോധം
വൈരാഗ്യമില്ല. ഈ പറയുന്ന 1-ാം പ്രതി മുതൽ 8-ാം പ്രതി വരെ ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തുള്ള ആളുകളെ നിങ്ങളെ മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ ഇവരാരും ടി പി ചന്ദ്രശേഖരനെ മുന്നേ ഒരിക്കൽ പോലും കണ്ടിട്ട് പോലുമില്ല. ഇവരുടെ വിരോധം എന്താണ്? ഇവരുടെ വിരോധം CPIM എന്ന് പറയുന്ന പാർട്ടിക്ക് ടി പി ചന്ദ്രശേഖരനോട് വിരോധമുണ്ട്. ആ വിരോധം തീർക്കാൻ CPIM എന്ന് പറയുന്ന പാർട്ടി അവരുടെ ആയുധമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള കൊട്ടേഷൻ സംഘമാണ് ഇവർ. ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള പ്രതികൾ ഈ ശിക്ഷിക്കപ്പെട്ട പ്രതികളല്ല, ഒരു പ്രസ്ഥാനം തന്നെയാണ്. പ്രസ്ഥാനത്തെ തൂക്കിക്കൊല്ലാൻ നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനം നിലയിൽ അനുവദിക്കാത്തതുകൊണ്ട് ഇത്രയേ സാധിക്കുള്ളൂ. ശരി, അതിന് മറുപടി വേണം ശ്രീ പ്രകാശൻ മാസ്റ്റർ. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, അദ്ദേഹത്തിൻ്റെ കണക്ഷൻ ചെറിയ തോതിൽ എററായി എന്ന് തോന്നുന്നു. ഞാനത് പരിഹരിച്ചതിന് ശേഷം വരാം. ഇവിടെ ശ്രീ ശങ്കുട്ടി ദാസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിശ്ചയമായും രാഷ്ട്രീയമായ ആംഗിൾ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ കോടതി വിധികളിലും അത് വളരെ സ്പഷ്ടമാണ്. പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ പലതും, ഇപ്പോൾ KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലപാതകം പ്രമാദമായ കൊലപാതകമായിരുന്നു. ഇതുപോലെ ഹൈക്കോടതി, വിചാരണ കോടതി പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചു, ഹൈക്കോടതി ആ വധശിക്ഷ ശരിവെച്ചു. പക്ഷേ സുപ്രീം കോടതിയിൽ ചെല്ലുന്ന ഘട്ടത്തിലാണ് അതിൽ ഒരാൾ ഒഴികെയുള്ള ബാക്കി എല്ലാ പ്രതികളെയും കോടതി വെറുതെ വിടുന്നത്. ഇതുപോലെ സാക്ഷിമൊഴികളൊക്കെയുള്ള ഈവൻ സ്കൂൾ കുട്ടികൾ, ചെറിയ കുട്ടികൾ പോലും നേരിട്ട് ദൃക്സാക്ഷിയായിട്ടുള്ളൊരു വലിയ കൊലപാതകമായിരുന്നു. പക്ഷേ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളല്ല മറ്റു ചില ആളുകൾ, മറ്റൊരു സംഘമാണ് ഇത് ചെയ്തത് എന്ന് പോലും ഈ TP കേസ് അന്വേഷണത്തിനിടയ്ക്ക് ഇതിൽ TK രജീഷ് അതിനകത്ത് ആ ഓപ്പറേഷനിൽ പങ്കെടുത്ത ഒരാൾ പോലുമായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രം അവിടെ ഇങ്ങനെ ബാക്കി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ കേസ് സ്വാഭാവികമായും സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ എന്താകും? അങ്ങനെ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലപാതകം നടന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന സാങ്കേതിക സൗകര്യങ്ങളുടെ വ്യത്യാസം ഇന്നത്തെ കാലഘട്ടവുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. അന്നത്തെ കേസിൽ പ്രധാനമായിട്ടും സാക്ഷികളായി ഉണ്ടായിരുന്നത് ആ ഒരു വലിയ ഇൻസിഡൻറ്റ് മുന്നിൽ കണ്ട ഷോക്കിലുണ്ടായിരുന്ന കുട്ടികളാണ്. ഈ കുട്ടികളിൽ പല ആളുകളും കോടതിയിലൊന്നും ചെന്ന് മൊഴി കൊടുക്കാൻ സാധിക്കുന്ന വണ്ണത്തിലുള്ള മാനസിക നിലയിലുണ്ടായിരുന്ന ആളുകളല്ല. എന്നാൽ നിങ്ങൾ TP ചന്ദ്രശേഖരൻ കേസിലുള്ള നമ്മുടെ കുറ്റപത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ ഫൗൾ പ്രൂഫായി ആദ്യം മുതൽക്ക് തന്നെ പഴുതടച്ച രീതിയിൽ അന്വേഷണം നടത്തി അതിൽ ഓറൽ എവിഡൻസുകൾ മാത്രമല്ല, അതിൽ ദൃക്സാക്ഷികളുണ്ട്, അതിൽ നേരിട്ട് കണ്ടിട്ടുള്ള സാക്ഷികളുണ്ട്, അതേപോലെ തന്നെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസുകളുണ്ട്, അതിൽ ഫോറൻസിക് എവിഡൻസുകളുണ്ട്, അതിൽ സയൻറ്റിഫിക് എവിഡൻസുകളുണ്ട്. ഈ പ്രതികളെയെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്നതായിട്ടുള്ള ഫോൺ കോളുകൾ ഉൾപ്പെടെയുള്ള സയൻറ്റിഫിക് എവിഡൻസുകളുണ്ട്. മാത്രമല്ല ഇതിൽ പല ആളുകളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള അപ്രൂവലുകളുണ്ട്, പല സമയത്തും വന്നിട്ടുള്ള അഡ്മിഷൻസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പറയുന്ന ഈ 10-ാം പ്രതിയായിട്ടുള്ള കൃഷ്ണൻ എന്ന് പറയുന്ന ആൾക്കെതിരെ, അല്ലെങ്കിൽ 8-ാം പ്രതിയായിരുന്ന KC രാമചന്ദ്രൻ എന്ന് പറയുന്ന ആളെ ഒരു ഘട്ടത്തിൽ പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടുണ്ട്, CPM തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇയാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധത്തിന്റെ ഉൽപ്പന്നമായിട്ട് ഉടലെടുത്തതാണ് ഈ സംഭവം മുഴുവൻ. ബാക്കിയുള്ളവരൊക്കെ നിരപരാധികളാണ്, ഇയാൾ കുറ്റവാളിയാണെന്ന് CPM തന്നെ സമ്മതിക്കുന്ന രീതിയിലുള്ള അഡ്മിഷൻസ് പോലും ഇതിന്റെ പല ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ഈ പറയുന്ന ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലപാതകം നടക്കുന്ന സമയത്ത് നമുക്കറിയാം സ്മാർട്ട് ഫോണുകൾ പോലും ഇല്ലാതിരുന്ന കാലഘട്ടമാണ്. അന്ന് ഈ രീതിയിലുള്ള ഈ മാധ്യമങ്ങളിലൊന്നും ഇത്തരത്തിൽ അതിന്റെ കൃത്യമായിട്ടുള്ള ഫോളോ അപ്പുകളോ കൃത്യമായിട്ടുള്ള എവിഡൻസ് ഗ്യാതറിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ആ രീതിയിലുള്ള പരിമിതികളൊന്നും ഈ കേസിനെ ബാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ടാണ് കീഴ്ക്കോടതിയിൽ നിന്ന് അപ്പീലായിട്ട് മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശിക്ഷ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്, ക്വാണ്ടം ഓഫ് പണിഷ്മെന്റ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ മേലേക്ക് പോകുന്തോറും ശിക്ഷയുടെ തോത് കുറഞ്ഞു വരാറാണ് നമ്മൾ കണ്ടിട്ടുള്ള പതിവ്. എന്നാൽ ഇതാണ് ഇതിൻ്റെ മുകളിൽ ഇനി അപ്പീൽ പോകാണ്ടിരിക്കുകയാണ് ഇവർക്ക് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവരങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇത് റെയറസ്റ്റ് ഓഫ് റെയർ ഡോക്ട്രിൻ നിലനിൽക്കില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് വധശിക്ഷ ഒഴിവാക്കിയത്. കോടതി പറയുന്നുണ്ട്, നമുക്ക് ഈ കോടതി വിധിയിലെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റായിട്ട് എനിക്ക് തോന്നിയത്, ഒരു ഭരണഘടനാപരമായിട്ടുള്ള തത്വത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഒരു ക്രിമിനൽ കേസിൽ കോടതി വിധി പറഞ്ഞത്. ഇത് ആർട്ടിക്കിൾ 21 റൈറ്റ് ടു പ്രൈവസി പറയുന്ന റൈറ്റ് ടു ഡിസെൻറ്റ് എന്ന് പറയുന്ന റൈറ്റിനെതിരായിട്ടുള്ള അതിക്രമമാണെന്നാണ് പറഞ്ഞത്. ഒരാൾക്ക് വിമർശിക്കാനുള്ള, വിയോജിക്കാനുള്ള, എതിർക്കാനുള്ള അവകാശത്തെ ആയുധ ബലം കൊണ്ട്, സൈനിക ശേഷി കൊണ്ട് ഇല്ലാതാക്കാനുള്ള ഒരു പരിശ്രമത്തെ ജനാധിപത്യ സമൂഹം ഒത്തൊരുമിച്ച് കീഴ്പ്പെടുത്തേണ്ടതുണ്ട്. ഇതിലെ പ്രതികൾ കുറ്റവിമുക്തരായി പോയി കഴിഞ്ഞാൽ, ഇവർ നാളെ തെരുവിലിറങ്ങി നടക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പൊതുസമൂഹത്തിന് നിയമ സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 പ്രകാരം ഉള്ള റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു പ്രൈവസി, ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ പ്രതികളെ ശിക്ഷിക്കേണ്ട ബാധ്യതയുണ്ട് എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് പ്രിൻസിപ്പൾസിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ കോടതി വിധി പറഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷേ സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ ജനാധിപത്യത്തെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ റൈറ്റായിട്ട് നമ്മളൊക്കെ ഊന്നി പറയുന്ന റൈറ്റ് ടു ഡിസെൻറ്റിനെതിരെ നടന്നിട്ടുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ളൊരു നരഹത്യയാണിത്. 51 വെട്ടി ഒരാളെ കൊല്ലുന്നത് അയാളെ കൊന്നുവെന്ന് ഉറപ്പുവരുത്താനല്ല, അയാളോട് വെട്ടിയിട്ടും വിരോധം തീരാത്തത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ആ ഒരാളെ ഭയപ്പെടുത്തുക എന്നുള്ളതാണ്. അതാണ് ഹൈക്കോടതി പറഞ്ഞത്. സമൂഹത്തിൽ ഭീതി ജനിപ്പിക്കുക, നാളെ ഞങ്ങളെ വിമർശിക്കുന്ന ആളുകൾക്ക് എന്ത് സംഭവിക്കും എന്നൊരു ഭീതി സമൂഹത്തിൽ ജനിപ്പിച്ച് നാളെ ആരും ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നില്ലെന്നുള്ള സാഹചര്യം ഉറപ്പുവരുത്തുന്നതിന് നടത്തിയിട്ടുള്ള കൊലപാതകമാണ്. അതിൽ മാതൃകാപരമായിട്ടുള്ളൊരു ശിക്ഷ വേണം. നാളെ ആരും ഇത് ആവർത്തിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണമെന്ന് സുപ്രീം കോടതിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഒരു എക്സംപ്ലറി പണിഷ്മെന്റ് വേണം
തോന്നിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ കേസിൽ വധശിക്ഷ വരെ ഉണ്ടായേക്കാം. അപ്പോൾ അങ്ങനെയുള്ള റിസ്ക് ഈ പ്രതികൾ ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ എം പ്രകാശൻ മാസ്റ്റർ, ഇവിടെ ഇപ്പോൾ നോക്കൂ, ഒരു പ്രസ്ഥാനമാണ് പ്രതിയെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഈ പ്രതികൾക്കാർക്കും അവരുടെ വ്യക്തിവൈരാഗ്യം കൊണ്ട് ചെയ്യേണ്ടി വന്ന ഒരു കൃത്യമല്ല, മറിച്ച് അവർ ചുമതലപ്പെടുത്തപ്പെട്ടതിനാൽ ചെയ്ത ഒരു കുറ്റകൃത്യമാണ്. ആ പ്രതികളെ സംരക്ഷിച്ചത്, അവർക്ക് വേണ്ടി നിയമപരമായ സഹായം കൊടുത്തത് മുതൽ മറ്റു തരത്തിൽ അവരുടെ കുടുംബങ്ങളെ സംരക്ഷിക്കൽ, മറ്റു കാര്യങ്ങൾ, എന്തിന് ഈ പ്രതികൾ പരോളിൽ ഇറങ്ങുമ്പോൾ അവരുടെ കല്യാണം നടത്തി കൊടുക്കലും മറ്റു ചടങ്ങുകൾ നടത്തി കൊടുക്കലും പോലും നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ തെറ്റ് പറ്റിയതിനെ അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് ഇതിനകത്ത് നിന്ന് മാറി നിന്ന് ഞങ്ങളല്ല ചില വ്യക്തികളാണെന്ന് പറയുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? പ്രകാശ് മാസ്റ്റർക്ക് കേൾക്കാമോ? പ്രകാശ് മാസ്റ്റർ കേൾക്കാമോ? അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് വിചാരിക്കുന്നു. സാങ്കേതികമായ തകരാറാണ്. സത്യത്തിൽ ഇന്ന് ഈ കാര്യങ്ങൾക്കൊക്കെ ഇവിടെ കെ രമ ഉന്നയിച്ച കാര്യങ്ങളുണ്ട്, അതിനുശേഷം രാജു പി നായർ ഉന്നയിച്ച കാര്യങ്ങളുണ്ട്, അതിനുശേഷം ശങ്കുട്ടി ദാസ് ഉന്നയിച്ച കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ മറുപടി പറയേണ്ടത്, അല്ലെങ്കിൽ CPM-ന്റെ ഭാഗത്തു നിന്ന് വിശദീകരണം തരേണ്ടത് പ്രകാശൻ മാസ്റ്റർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല, ഞങ്ങളുടെ സാങ്കേതികമായ തകരാറുകൾ കൊണ്ടാണ് പ്രകാശൻ മാസ്റ്ററുടെ ശബ്ദം കേൾപ്പിക്കാൻ കഴിയാതെ പോകുന്നത്. ശ്രീ പ്രകാശൻ മാസ്റ്റർ കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? അവിടുന്ന് പറയുന്നത് കൃത്യമായിട്ട് കേൾക്കുന്നില്ല. അല്ല, ഈ ആരോപണങ്ങൾ അങ്ങ് കേട്ടിട്ടുണ്ടാവുമല്ലോ, അതിനൊരു മറുപടി. ഞാൻ നിങ്ങൾ അവിടുന്ന് നടന്ന ചർച്ചയെല്ലാം ഞാൻ കേട്ടു. ഞാൻ പറഞ്ഞത് ഈ ചർച്ച ആരംഭിച്ചിട്ട് 52 മിനിറ്റായി. 46 മിനിറ്റ് സംസാരിച്ചത് CPM വിരുദ്ധരാണ്. 6 മിനിറ്റാണ് ഇവിടെ എനിക്ക് പറയാൻ നിങ്ങൾ അവസരം തന്നത്. അതുകൊണ്ട് എനിക്ക് ദയവായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇനിയുള്ള സമയം പൂർണ്ണമായിട്ടും എനിക്ക് അലോട്ട് ചെയ്യണമെന്നാണ്. ശരി, കാരണം ചർച്ചക്കൊക്കെ ജനാധിപത്യ മര്യാദ വേണ്ടേ? അല്ല, അത് ഇടയ്ക്കൊരു സാങ്കേതിക പ്രശ്നം വന്നതുകൊണ്ടാണ്. നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാള്, ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്. മാതൃകയെ പോലെ ജനാധിപത്യത്തെ കുറിച്ച് പുറത്തോട്ട് കയറി പ്രസംഗിക്കുന്ന ഒരു മാധ്യമത്തിന് ഒരു കാരണവശാലും ന്യായീകരിക്കാനാവുന്ന ഒരു നിലപാടല്ല ഇത്. പിന്നെ ഇവിടെ ഇപ്പോ റൈറ്റ് ടു ലൈഫ്, നരഹത്യ, ഇതിനെ സംബന്ധിച്ചെല്ലാമാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഞങ്ങളുടെ കൊല്ലപ്പെട്ട ആളുകളുടെ എണ്ണം നിങ്ങൾക്കറിയോ? 600 ആളുകളാണ്. കണ്ണൂർ ജില്ലക്കകത്ത് മാത്രം 245 ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇവർക്കെല്ലാം അമ്മയുണ്ട്, അച്ഛനുണ്ട്, മക്കളുണ്ട്. ഇവരുടെ ഒന്നും ഈ പറയുന്ന റൈറ്റ് ടു ലൈഫില്ലേ? ഇവർക്കൊന്നും നരഹത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതായാലും പറയാനില്ലേ? ഇവിടെ കോൺഗ്രസ്സുകാർ പറയുന്നത് കേട്ടാൽ എന്ത് വിചിത്രമാണ്. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ ചരിത്രം വെച്ചിരിക്കുന്ന വയാശങ്കരൻ, അദ്ദേഹത്തെ കൊന്നെങ്ങനെയാ? വിരിച്ച തേങ്ങ കൊണ്ട് ഒരു ലക്ഷം ആളുകൾ ഇടിച്ചല്ലേ അദ്ദേഹത്തെ കൊന്നത്? നിങ്ങൾക്ക് ആ കേരളം മനസ്സിലാക്കാൻ മുന്നോട്ടില്ലല്ലോ. അടിക്കോടനാക്കവൻ ഒരു പ്രസംഗം കഴിഞ്ഞ് ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് വഴിക്ക് തടഞ്ഞിട്ട് കുത്തിക്കുന്നതല്ലേ? ഇവിടെ കേരളത്തിലെ ഭരിക്കുന്ന മുന്നണികളെ പ്രത്യേക അത് ഈ പറയുന്ന നരകത്തെ കൂടുതൽ വരില്ലേ? ഞാൻ പറഞ്ഞത് കുഞ്ഞേരി MLA കൊല്ലപ്പെടുന്ന കേരളത്തിൽ വേറെ ആൾക്കുണ്ട്. ഞങ്ങൾക്കല്ലാതെ കൊലപാതകം നടത്തിയ പാർട്ടി ഞങ്ങളാണ് സ്ഥാപിക്കാതിരിക്കുകയാണോ? ഞങ്ങളെ ഒരു കാര്യം ഉറപ്പ് പറയും, അന്നിന്റെ ശബ്ദത്തെ സംഗീതം പോലെ ആസ്വദിക്കാൻ വേണ്ടി കഴിച്ചുള്ള ഒരു ലോകത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരെ ഞങ്ങൾ വിളിച്ചുകാർ. ഞങ്ങൾക്കറിയാം, ഒരാളെ കൊല്ലാനേ ആവൂ, ഒരാൾക്ക് ജീവൻ കൊടുക്കാനാവില്ല. മനുഷ്യരുടെ ജീവനെ മറ്റാരെക്കാളും വരെ വിലമതിക്കുന്ന പാർട്ടിയാ ഞങ്ങളുടെ പാർട്ടി. ഇവരെ കളിക്കുന്നത് എന്താ? ഞങ്ങള് ഈ കൊലപാതകത്തെ ന്യായീകരിച്ചില്ല. എന്നാൽ ഇത് CPM എന്ന പേരെ കെട്ടുമെന്ന് ചോദിച്ചു. ഇവിടെ ഇപ്പൊ പറഞ്ഞല്ലോ 120B ഉണ്ട്. പക്ഷെ CPM എന്ന പഞ്ചായത്ത് സ്ഥാപിക്കാൻ ശ്രമിച്ച കാര്യം എന്താ? അത് പൂക്കൾ കൂടാതെയാൻ. ആ കൂടാതെയാണല്ലോ ഞങ്ങൾ നേതാക്കന്മാരുടെ പേര് പറഞ്ഞത്. മോഹനൻ മാഷ്, CH അശോകൻ, അതുപോലെ KK കൃഷ്ണൻ, KP രാമേന്ദ്രൻ, ഇവർ 4 പേർ ചേർന്ന് പൂക്കടയിൽ വെച്ചിട്ട് തീരുമാനിച്ച് ഇദ്ദേഹത്തെ കൊണ്ടുവന്നല്ലേ? ഇപ്പോ കോടതി പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു കൂടാതെ നടന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ വസ്തുതയല്ല. ഇവിടെ പറഞ്ഞല്ലോ മോഹനൻ മാഷ് രക്ഷപ്പെട്ടു പോയാൽ ഈ പറയുന്ന സംഭവം നടക്കുന്ന സമയത്ത് മോഹനൻ മാഷ് മറ്റൊരു പരിപാടിയിലാണ്, അദ്ദേഹം പ്രസംഗിച്ചു കൊണ്ട് നിൽക്കുകയാണ്. അത് ഫോട്ടോ കോടതിയിൽ കൊടുത്തു. അങ്ങനെയല്ലേ മോഹനൻ മാഷ് ഉണ്ടാക്കിയത്? ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം, രാമേന്ദ്രൻ ഇവിടെ കൊല്ലപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഭാര്യയെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കുന്നത് നീതിയല്ല. കാരണം അവരോട് പറയുന്നതിന് പരിധികളുണ്ട്. കൊല്ലപ്പെട്ടവരുടെ ഭാര്യ എന്തിനാണെങ്കിൽ പോലും ഒരു നിയമസഭാ സാമാജികയാണ്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവാണ്, അവരുടെ കേസ് നന്നായി പറയാൻ കഴിയുന്ന ആളാണ്. കൊല്ലപ്പെട്ട ആളുടെ ഭാര്യ എന്നുള്ളത് മാത്രമല്ലല്ലോ. ഇവിടെ ഇപ്പോ നിങ്ങൾ പറഞ്ഞല്ലോ പിന്നെ കുഞ്ഞനെ കുറിച്ച്, കുഞ്ഞനെ ഒരു സംഭവത്തെ കുറിച്ച് നടന്ന പ്രചാരണ ഞങ്ങൾക്ക് അറിയൂ. അദ്ദേഹത്തിന് 6 പതിറ്റാണെന്ന് രാഷ്ട്രീയ പ്രവർത്തനം ഞങ്ങൾക്കറിയാം.
അദ്ദേഹം അറിയപ്പെടുന്ന നേതാവാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമുള്ളതാണല്ലോ. അല്ല ശ്രീ പ്രകാശൻ മാസ്റ്റർ, അങ്ങനെ ഓരോ പാർട്ടികൾക്കും അവരുടെ നേതാക്കളെ കുറിച്ച് അഭിപ്രായം ഉണ്ടാവും. നമ്മളൊരു നീതിന്യായ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളല്ലേ. കോടതിയാണ് ഈ രാജ്യത്തെ കോടതിയാണ്, വിചാരണ കോടതി, ഹൈക്കോടതിയുമാണ് കുഞ്ഞനന്തനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. ഇപ്പോ കേരളത്തിൽ തന്നെ ജയരാജനെതിരായിട്ട് കെ രാജേഷിനെതിരായിട്ട് പഴയ MLA നമ്മുടെ പിന്നെ ഇവർക്കെതിരായിട്ട് എത്രയാക്കിനെ നിങ്ങൾ കേസെടുത്തിട്ടുണ്ട്. അങ്ങ് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോ പൂക്കട ഗൂഢാലോചന കോടതി തെറ്റാണെന്ന് പറഞ്ഞു. അപ്പൊ ആ കാര്യത്തിൽ കോടതിയെ വിശ്വാസമുണ്ട്. കുഞ്ഞനന്തൻ കുറ്റക്കാരനാണെന്ന് പറഞ്ഞതും ഇതേ കോടതിയാണ്. അപ്പോ അതിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങളുടെ നേതാക്കളെ, അവരുടെ 6 പതിറ്റാണ്ട് നീണ്ട പൊതുപ്രവർത്തനത്തെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് ബോധ്യമുണ്ട് കോടതി എന്ത് പറഞ്ഞാലും. എന്നാൽ കോടതി വേറെ എന്തെങ്കിലും നമുക്ക് അനുകൂലമായി പറഞ്ഞാൽ അത് ഓക്കെയുമാണെന്നാണോ? മനുഷ്യന്റെ ജീവനെ നല്ലതുപോലെ വില കൊടുക്കുന്ന ഒരു പാർട്ടിയാണ്. പിന്നെ CPM ആണ് പ്രതി. ഇവിടെ പറഞ്ഞു വായിക്കട്ടെ ഒരു വാചകം. CPM ആണ് ഈ കേസിലെ പ്രതി. അവരെ എങ്ങനെയാണ് തൂക്കിക്കൊല്ലാനാവുക എന്നല്ലേ ഇപ്പൊ വക്കീല് ചോദിച്ചത്. ഏത് പിന്നെ വിധിയായിട്ട് വായിച്ചത്? എവിടെയാ CPM പ്രതിയാണെന്ന് പറഞ്ഞത്? ആദ്യത്തെ ശിക്ഷിക്കപ്പെട്ട 7 പേര് ഗുണ നടത്തിയിട്ടുണ്ട്. അവർ പ്രതികളാണ്. അവർ CPM ബന്ധമുണ്ട്, മനസ്സിലാവും. അതല്ലാതെ CPM പ്രതിയാണ് ആര് പറഞ്ഞു? അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നതിലേക്ക് CPM ഈ ഇതെന്താ പങ്കിട്ട് അങ്ങനെ പറയുന്നതിൽ യാതൊരു ന്യായമില്ല. CPM ഈ സംഭവത്തിലെടുത്ത് ഒരു ബന്ധവുമില്ല. ഞങ്ങൾ അതിന് കേസ് എടുത്തതല്ല, എടുക്കപ്പെടാം. ഒരു ബന്ധവുമില്ലാത്ത ഞങ്ങൾ നേരത്തെ കേസുകൾ ശരിയാക്കുന്നു. അല്ല, ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ ശ്രീ എം പ്രകാശ് മാസ്റ്റർ, നമ്മുടെ നാട്ടിലെ കോടതികളൊക്കെ തെറ്റാണ് എന്നാണോ? നമ്മുടെ നാട്ടിലെ കോടതികളാണ്, വിചാരണ കോടതിയാണ് പറഞ്ഞത് ഇവർ ടൂൾസ് ആയിരുന്നു, കൊന്ന ആളുകൾ ടൂൾസ് ആയിരുന്നു, പൊളിറ്റിക്കൽ അനിമോസിറ്റിയാണ് കൊലപാതകത്തിന് കാരണമെന്ന്. ഹൈക്കോടതിയാണ് പറഞ്ഞത് രാഷ്ട്രീയമായ മോട്ടീവ് മാത്രമാണ് ഈ കൊലയ്ക്ക് പിന്നിൽ ഹൈക്കോടതിയാണ്. പിന്നെ ഈ സ്ഥാപിക്കലല്ല, ഇത് ഹൈക്കോടതി, കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞതും വിചാരണ കോടതി പറഞ്ഞതുമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. രാഷ്ട്രീയ ബാഹ്യമായ ഒരു കാരണവും ഇതിനില്ല. രാഷ്ട്രീയ വിരോധം എന്ന ഒറ്റ കാരണമല്ലാതെ ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് വേറെ ഒരു കാരണവുമില്ല. എന്ന് മാത്രമല്ല, CPM-ന്റെ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ, വിവിധ ജില്ലകളിൽ വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാക്കളാണ് ഈ കേസിൽ പ്രതിയായിട്ടുള്ളത്. KK കൃഷ്ണൻ കോഴിക്കോട് ജില്ലയിൽ ഒഞ്ചിയം ഏരിയയിൽ പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ ജ്യോതി ബാബു കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന നേതാവാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ രണ്ടു ജില്ലകളുടെ മധ്യത്തിൽ നടക്കുന്ന കേസിൽ ഏതു കേസിലാ ഒറ്റ ജില്ലയാണ് മാത്രം പ്രതി? നിങ്ങൾ പറഞ്ഞാട്ടെ. അല്ല, CPM-ന്റെ വിവിധ ഘടകങ്ങളിലുള്ള വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിച്ചിരിക്കുന്ന നേതാക്കൾ പ്രതികളായിട്ടുള്ള കേസ് അവരുടെ വ്യക്തിപരമായ എന്ത് കേസാവും? അത് രാഷ്ട്രീയമായി നോക്കൂ. നമ്മുടെ നാട്ടിലെ നീതിപീഠമാണ് പറഞ്ഞത് ഇത് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനുള്ള രാഷ്ട്രീയ ഹത്യയാണ് എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിലെ നീതിപീഠങ്ങളാണ്. നീതിപീഠത്തെ വിശ്വസിക്കണ്ടേ? ഞാൻ അതിനെയൊന്നും നിഷേധിക്കാൻ ശ്രമിച്ചില്ല. നിങ്ങൾക്ക് ഈ മാതൃഭൂമിക്ക് ആവശ്യം CPM ആണ് ഇത് തീരുമാനിച്ച് കൊന്നതെന്നാണ്. ഞങ്ങൾ പറയുന്നത് CPM അല്ലെന്നാണ്. CPM-നെ ആൾ കൊന്നു എന്ന് പറഞ്ഞാൽ CPM കൊന്നു എന്നാണോ? ഇതിനകത്തിട്ട് എവിടെയും CPM ആണ് ചെയ്തത് എന്ന് പറയുന്നില്ല. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ഒരു സംഘടനയാണ് ചെയ്തത്, CPM ആണ് നടത്തിയത്. അതല്ല, CPM-നെ ബന്ധപ്പെട്ട് സ്ഥാപിക്കാൻ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു കാര്യം പൂക്കട കൂടാതെയാണ്. അത് ഇല്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അപ്പീൽ പോയിരിക്കുന്നതിൽ ആവശ്യം എന്താ? നേരത്തെ വിട്ട 22 പ്രതികളെ വീണ്ടും ശിക്ഷിക്കണം. ആദ്യം ഒഴിവാക്കി 15 പ്രതികളെ വീണ്ടും ശിക്ഷിക്കണം. മോഹൻ മാഷെ കേസപ്പെടുത്തണം. ഒന്നും പറ്റില്ല. മോഹൻ മാഷെ പ്രതിയാക്കിയില്ല, മോഹൻ മാഷെ കുറ്റക്കാരനാണ് എന്ന് കണ്ടില്ല എന്നുള്ളതുകൊണ്ട് മോഹൻ മാഷെ കുറ്റക്കാരനാണ് എന്ന് കണ്ടിരുന്നുവെങ്കിൽ ഇത് ഞങ്ങളുടെ ഗൂഢാലോചനയാണെന്ന് അംഗീകരിച്ചേനെയോ? മോഹൻ മാഷെ വെറുതെ വിട്ടു, അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്നുള്ള ന്യായം എനിക്ക് മനസ്സിലാവുന്നില്ല. ബാക്കി നേതാക്കളും നിങ്ങളുടെ നേതാക്കളാണ്. നിങ്ങൾ ജയിലിൽ തടവുകാരെ കണ്ടിട്ടുണ്ടോ? അല്ല, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ജയിലിൽ പോയിട്ട് അവിടെ തടവുകാരോട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ജയിലിൽ പോയിട്ട് തടവുകാരോട് തടവുകാർ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ലെന്ന്. ഞങ്ങളൊക്കെ പല തവണ ജയിലിൽ പോയിട്ട് ആളുകളോട് സംസാരിക്കുന്നവരാണ്. അതുകൊണ്ട് നിർഭാഗ്യവശാൽ ജയിലിൽ കിടക്കുന്ന ധാരാളം ആളുകൾ ആ കുറ്റം ചെയ്യാത്തവരാണ്. നിങ്ങൾ പരിശോധിച്ച് കാണാം. ഓരോ കേസിനെ സംബന്ധിച്ച് പരിശോധിച്ചാൽ അങ്ങനെ ആളുകൾ ഏത് നമ്മുടെ നീതിപീഠമല്ലേ വിചാരണ കോടതി വിചാരണ നടത്തി ഇവരെ കുറ്റക്കാരാണെന്ന് വിധിച്ചു. ഹൈക്കോടതി ആ ശിക്ഷ ശരിവെക്കുകയും 2 പേരെ കൂടി KK കൃഷ്ണനെയും ബാബുവിനെയും കൂടി കുറ്റക്കാരാണെന്ന് കണ്ടു. ഇത് നമ്മുടെ നാട്ടിലെ നമ്മുടെ നിയമവ്യവസ്ഥയിൽ വിശ്വാസം എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ പാർട്ടിക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യം അനുസരിച്ച് KC രാമേന്ദ്രൻ മാത്രമാണ്. ബാക്കി കോടതിയല്ല, ഇനി ആര് പറഞ്ഞാലും ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? നിങ്ങളിപ്പോ പറയുന്നു ഞാൻ നിങ്ങളുടെ പ്രസ്താവന എന്റെ വായിൽ തിരികരുത്. അഭിലാഷിന് സ്വന്തമായ പ്രസ്താവനയാകും, പ്രസംഗാവാം.
വാർത്ത വായിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പ്രസ്താവന ഇല്ല, അങ്ങയുടെ പ്രസ്താവന അങ്ങ് പറയൂ. ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ആ. നിങ്ങൾക്ക് ഈ പറഞ്ഞ പേരുകാരെല്ലാം ക്രിമിനലാണ്, ഞങ്ങൾക്കല്ല. ഇപ്പൊ കുഞ്ഞനന്തൻ നിങ്ങൾ ക്രിമിനലാണ്, ഞങ്ങൾ ക്രിമിനൽ. കൊടിസൂരി ക്രിമിനലാണോ? അദ്ദേഹം മികച്ച ഒരു രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകനാണ്. അല്ല, കൊടിസൂരി ക്രിമിനലാണോ? ഇന്നത്തെ മരിച്ചല്ലോ, ഇപ്പോഴും പറയും നിങ്ങൾക്ക് അദ്ദേഹത്തെ കൊലപാതകമായി മാത്രം സ്ഥാപിക്കണം. കൊടിസൂരി ക്രിമിനലാണോ? കൊടിസൂരി കാരണം അദ്ദേഹത്തെ അറിയുന്ന നിങ്ങൾ പാനൂർ പോയി ചോദിക്കുക, അദ്ദേഹത്തിന്റെ നാട് പാനൂരാണല്ലോ, നിങ്ങൾ പോയി ചോദിക്കുക. കൊടിസൂനി ക്രിമിനലാണോ? കൊടിസൂനിയെ ക്രിമിനലായി അംഗീകരിക്കുവോ? കൊടിസൂനി ഒരു കൊലയൊന്നും അല്ല ചെയ്തിട്ടുള്ളത്. ഓരോ ആളെയും ക്രിമിനലാണോ അല്ലയോ എന്ന് പറയുന്ന ഉത്തരവാദിത്വം അല്ല, കുഞ്ഞനന്തൻ ക്രിമിനൽ പറഞ്ഞു. കൊടിസൂനി ക്രിമിനലാണോ? ഒറ്റ ചോദ്യം. കുഞ്ഞനന്തൻ മരിക്കുമ്പോഴും ഞങ്ങളുടെ പാർട്ടിയുടെ കിർമാണി മനോജ്, മുഹമ്മദ് ഷാഫി, ടി കെ രജീഷ് ഇവരൊക്കെ ക്രിമിനലുകളാണോ? നിങ്ങൾ ആളുകളെ താരടിക്കാൻ ശ്രമിക്കും. നമ്മുടെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി താറടിക്കാൻ ശ്രമിക്കുന്നതാണോ? ഇവിടുത്തെ കോടതിയല്ലേ ഇവരൊക്കെ കുറ്റക്കാരാണെന്ന് കണ്ടത്? മാഹി ഇരട്ടക്കൊല അടക്കം എത്ര കൊലക്കേസിൽ പ്രതിയാണ് കൊടിസൂനി? ടി കെ രജീഷ് എത്ര കേസിൽ പ്രതിയാണ്? കിർമാണി മനോജ് എത്ര കേസിൽ പ്രതിയാണ്? ഞങ്ങൾ ക്രിമിനലെ അംഗീകരിക്കില്ല എന്നാണോ അങ്ങ് പറയുന്നത്? മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് ആളുകൾ അറിയാലോ. ഓക്കെ, നിങ്ങൾക്ക് ആളുകളെ അറിയാലോ. അപ്പൊ അറിയുന്ന ആളുകളാണ് കൊടിസൂനിയും കിർമാണി മനോജും മുഹമ്മദ് ഷാഫിയൊക്കെ അറിയുന്ന ആളുകളാണല്ലോ. ക്രിമിനലുകളാണോ? ആളെ ചാപ്പ് കുത്താനൊന്നും ഞങ്ങളില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആളുകൾ അറിയാം, ജനത്തിനും അറിയാം. നിങ്ങളുടെ ആളുകളാണോ എന്നെങ്കിലും പറഞ്ഞാൽ. കോൺഗ്രസിനും BJP-ക്കും നിങ്ങൾക്കും ഇവരെ ക്രിമിനലായി സ്ഥാപിക്കേണ്ട കാര്യമുണ്ട്. സ്ഥാപിച്ചോ? ആരെ? കൊടിസൂനിയോ? ജനങ്ങൾക്കറിയാം സത്യം. അതിപ്പം മാധ്യമങ്ങൾ സ്ഥാപിക്കണ്ട. സത്യം നിങ്ങൾ പറയുകയും ചെയ്യും. ഇവിടെ നീതിപീഠമില്ലേ? ഇത് പാർട്ടി അന്വേഷിച്ച പോലീസ് കൊടുത്ത കുറ്റപത്രം അംഗീകരിച്ചിട്ടാണ് ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ CPM ഒരു പാർട്ടി എന്നുള്ള നിലക്ക് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഒരു ബന്ധവുമില്ല. ഇപ്പൊ ഈ ആളുകളൊക്കെ ഈ ആളുകളെ ഒന്നും ചാപ്പ് കുത്താൻ വിടില്ല എന്നും പറഞ്ഞു. ഇതിനെ കോടതി എങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇനിയിപ്പോ നിങ്ങള് അഭിലാഷ് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു. അഭിലാഷിന് രാഷ്ട്രീയമുണ്ട്. അത് ഈ പറയുന്ന പോലെ ആ പാർട്ടി ബലാത്സംഗം പറഞ്ഞാൽ ശരിയാവോ? നല്ല ഉദാഹരണമാണ്. അങ്ങയുടെ ഉദാഹരണത്തിന് ഞാൻ മറുപടി പറയുന്നില്ല. കോൺഗ്രസ് അല്ലെങ്കിൽ BJP ആരുമാട്ടെ, എന്തായാലും ഞാൻ ആ ഉദാഹരണത്തിന് മറുപടി പറയുന്നില്ല. അതൊക്കെ ആളുകൾ വിലയിരുത്തിക്കോട്ടെ എന്ന് മാത്രമേ അക്കാര്യത്തിൽ ഞാൻ പറയുന്നുള്ളൂ. എന്തായാലും നമ്മളിത് കേൾക്കുന്ന ആളുകളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ആളുകൾ വിലയിരുത്തട്ടെ അത്തരം കാര്യങ്ങളൊക്കെ. വളരെ നന്ദി. എനിക്ക് എന്റെ സമയം അവസാനിച്ച് ഞാൻ അവസാനത്തെ 10 മിനിറ്റ് അങ്ങേക്കാണ് തന്നത്. ഇനി അതിലൊരു പരാതി വേണ്ട. സാങ്കേതിക തകരാറ് മൂലമാണ് ഇടയ്ക്ക് കുറച്ച് സമയം. ആളുകൾ കേൾക്കുമെന്നും നിങ്ങൾ പറയുന്ന ഇത്തരം കാര്യമൊന്നും ആളുകൾ വിശ്വസിക്കുകയില്ലെന്നും, നിങ്ങൾ 2-3 കൊല്ലക്കാലം ഈ പാടിയ പാട്ട് ഒട്ടും വിശ്വസിക്കാതെയാണ് ജനങ്ങൾ രണ്ടാമതും മറ്റൊന്നുമല്ല. താങ്കൾക്കും കുറെ സമയം എനിക്ക് തരാതെ എന്തായാലും അതെ 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 എന്തായാലും ശ്രീ പ്രകാശൻ മാഷോട് ഈ പറയുന്ന ഈ 2 കോടതികൾ, കീഴ്ക്കോടതി, ട്രയൽ കോടതിയും ഹൈക്കോടതിയും വിധിച്ചതിന് ശേഷവും അവർ ക്രിമിനലുകളല്ല, അവരെ ഞങ്ങൾക്കറിയാം എന്ന് പറയുമ്പോൾ തന്നെ CPM എത്രമാത്രം ഈ പാർട്ടി ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പറയുന്നതിന് തുല്യമാണ്. പിന്നെ പ്രകാശൻ മാസ്റ്റർ ഇവിടെ നിന്ന് അത് അംഗീകരിക്കാൻ നോക്കണ്ട. അതൊന്നും കാരണം ഹൈക്കോടതി വിധിച്ചാളെ അയാൾ ഇതല്ല എന്ന് പറഞ്ഞ് അഭിലാഷിനോട് ഇനി ഒരു കൊലപാതകം നടത്തിയിട്ട് ജയിലിൽ പോയി കണ്ട് എത്രമാത്രം കുറ്റക്കാരല്ലാത്തവരെ ശിക്ഷിച്ചിട്ടുണ്ട് എന്നൊക്കെ പഠിക്കാൻ പറയുന്ന പ്രകാശൻ മാഷോട് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നതിനേക്കാളും ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, തെങ്ങിൻ്റെ മേലെ കയറി കൈവിട്ടാൽ മതി. അത്രേ പറയാനുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തോടൊന്നും പറയാനില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കൂ, ഇവിടെ ഇത് ഈ മുഴുവൻ കൊലപാതകവും ആസൂത്രണം ചെയ്ത് അവർക്ക് സംരക്ഷണം കൊടുത്ത് ഇന്നും സംരക്ഷണം കൊടുത്ത് കോടതി സമയം പൂർണ്ണമായും അവസാനിച്ചു. വളരെ നന്ദി എന്റെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.